ഉടമ്പടി എപ്പോഴും ഫയറാകുന്നത് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾക്ക് അതിൻ്റെ അപ്ഡേഷൻസ് വരുന്നത് പുതിയ പുതിയ ബോധ്യങ്ങൾ ലഭിക്കുമ്പോഴാണ്. രണ്ട് തരത്തിൽ നമുക്ക് ഉടമ്പടിയിൽ വളരാൻ പറ്റും. ഒന്ന്, ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് പോകുന്നതനുസരിച്ച് വളരും. ഈ ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് പോകുന്നതിന് ആനുപാതികമായിരിക്കും നമ്മുടെ അനുതാപത്തിൻ്റെ ആഴപ്പെടൽ. ഒരു വ്യക്തി ആധ്യാത്മികമായിട്ട് വളരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ, ശീലങ്ങൾ, സ്വഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യ ജീവിതം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ ബോധ്യങ്ങളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഈ സമയത്തൂടെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാനിവിടെ ആൾക്കാരെ കണ്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു സഹോദരി എനിക്ക് ഉടമ്പടി ധ്യാനം പുതിയ ബോധ്യങ്ങൾ നൽകിയെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് അത് ആധ്യാത്മികമായ ഒരു വളർച്ചയാണ് എൻ്റെ ഇത് വരണത്. കാര്യം നമുക്കറിയാമല്ലോ ബോധ്യം എങ്ങനെയാണ് ബോധ്യം ഉണ്ടാകണത്, അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരാൾക്ക് ബോധ്യം ഉണ്ടാകണത് എങ്ങനെയാണ്? ബോധ്യത്തിൻ്റെ ആദ്യ രൂപങ്ങൾ, പ്രാഗ്രൂപങ്ങൾ എന്താണ്? ബോധ്യത്തിൻ്റെ പ്രാഗ്രൂപം അറിവാണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് മച്ച് ആസ് പോസിബിൾ അറിവ് സമ്പാദിക്കണം ഉടമ്പടിയെക്കുറിച്ച്. അല്ലെങ്കിൽ ഉടമ്പടി കറക്റ്റാകത്തില്ല. എന്തുമാത്രം നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ച് അറിവ് സമ്പാദിക്കുന്നുവോ അതിന് ആനുപാതികമായിട്ടായിരിക്കും ബാക്കിയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഉടമ്പടിയെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം തന്നെയാണ്. രണ്ടാമത്തത് ജനങ്ങളുടെ സാക്ഷ്യാനുഭവങ്ങൾ. മൂന്നാമത്തത് ഉടമ്പടി ലിറ്ററേച്ചർ, ഉടമ്പടി സാഹിത്യമുണ്ട്. അച്ഛന് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. 2 പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. ഉടമ്പടി പദ്ധതിയും പ്രയോഗവും, പിന്നെ ഉടമ്പടി പ്രയോഗത്തിൽ, അങ്ങനെ 2 പുസ്തകങ്ങളുണ്ട്. ഒരെണ്ണം പുതിയ പുസ്തകമാണ്. അതിൻ്റെ ഹെഡിങ് പ്രത്യാശ എന്നാണ്, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് ഉടമ്പടിയുടെ പ്രയോഗ തലങ്ങളെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ അതാണ് നമുക്ക് അറിവ് കിട്ടാനുള്ള 3 സോഴ്സ്. ഇതാണ്. ഒന്ന്, ആഴ്ചയിലുണ്ടാകുന്ന ദിനംപ്രതി ഉണ്ടാകുന്ന ഉടമ്പടി സാക്ഷ്യങ്ങൾ. ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത ഒരു മനുഷ്യൻ ഈ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഓൾമോസ്റ്റ് ഓൾ ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം. എവറിത്തിങ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എവരിത്തിങ്, സൂര്യന് താഴെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ സബ്ജക്റ്റും ഉടമ്പടി അഡ്രസ്സ് ചെയ്യും. അതിങ്ങനെ സർവസ്പർശിയായി സർവകാലിക സർവജനീനമായിട്ടൊക്കെ ഒരു പ്രാർത്ഥനാ പദ്ധതി നിലവിലില്ല സഭയിൽ. ഉടമ്പടി മാത്രമേ ഉള്ളൂ. കാര്യം ഞാൻ എത്രയോ വർഷമായി ഓരോരോ ഘട്ടങ്ങളിലൂടെ വന്നാണ് ഇവിടെ ഉടമ്പടിയിൽ എത്തുമ്പോൾ. അപ്പോൾ എല്ലാത്തിൻ്റെയും പരിമിതികളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ പരിമിതികളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് അവസാനം സഭയ്ക്ക് ദൈവം ഉടമ്പടി നൽകുന്നത്. ഉടമ്പടിയിൽ വരുമ്പോൾ സ്വാഭാവികമായത് എല്ലാവരെയും തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധരെയും പാപികളെയും ക്രൈസ്തവരെയും ക്രൈസ്തവരല്ലാത്തവരെയും മനുഷ്യൻ എന്ന ഹെഡിങ്സിൽ വരുന്ന എല്ലാ ആൾക്കാരും, അവരുടെ സങ്കടങ്ങൾ, അവരുടെ നിലനിൽപ്പ്, അവരുടെ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലും മോചനവും എല്ലാം ഉടമ്പടിയുടെ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് എഴുതിയിട്ടാലും, ഇപ്പോൾ അവരെഴുതിയിടുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും. ഭയങ്കര രസം അവർ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രതി.
ഈശോ ഉണ്ടാക്കിയതിൻ്റെ മുഴുവൻ ആണിയെന്ന് പറയുന്നത് ആ എഴുതിയിട്ട ആൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ ദൈവം അവരുടെ കരുണ കാണിക്കും. കാര്യം ഉടമ്പടിയിൽ ദൈവം അവരോട് കരുണ കാണിക്കാൻ പറ്റിയ ചേരുവകൾ ഉടമ്പടിയിലുണ്ട്. കാലാന്തരത്തിൽ ഉടമ്പടി അനുവർത്തിച്ച് വരുമ്പോൾ അവരിലേക്ക് ദൈവകൃപ ഒഴുകി വരാനുള്ള ഒത്തിരിയേറെ സാധ്യതകൾ ഉടമ്പടിയിലുണ്ട്. അതായത് ഈ സിംഗിൾ എഡ്ജല്ല ഈ പ്രെയർ, ഡബിൾ എഡ്ജാണ്. പിന്നെ ഇതിൻ്റെ അനുഷ്ഠാന വിധികളിലെല്ലാം വിശ്വാസ വളർച്ച വ്യക്തി കൈവരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ മതപരമായ ചടങ്ങുകൾ ഒത്തിരി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, ക്രിസ്ത്യൻസ് ആയാലും നോൺ ക്രിസ്ത്യൻസ് ആയാലും. ഇപ്പം ചടങ്ങുകളൊക്കെ ചെയ്യണ പോലെ ഉടമ്പടി ഒരു ചടങ്ങാക്കിയാൽ വെളുക്കാൻ തേക്കണത് പാണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് നമ്മൾ ചടങ്ങെന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചടങ്ങിന് വരുന്ന ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഒരു ആചാരം നമ്മൾ പല പല ആചാരങ്ങൾ ചെയ്യത്തില്ലേ. ഇപ്പം നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ സ്തുതി പറഞ്ഞൊരു ആചാരമാണ്. പക്ഷേ നമ്മുടെ ചങ്കിൽ അവനെതിരെയുള്ള പകയാനുള്ളതെന്നുണ്ടെങ്കിൽ അത് അനാചാരമായി മാറും അല്ലേ. അതാ സാധനം. ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലും ഒരു ആരാധന അർപ്പിക്കുമ്പോൾ ആരാധനയ്ക്ക് അനപേക്ഷണീയമായിട്ടുള്ള ആത്മീയ അവസ്ഥകളുണ്ടാകണം. അല്ലെങ്കിൽ ഈ ആരാധന അരാജകത്വമായി മാറും. അതെപ്പോഴും ഉടമ്പടി എപ്പോഴും ചെയ്യണത്, ഈ ആരാധിക്കുന്ന വ്യക്തിയെ അയാൾക്ക് ആ ആരാധനയ്ക്ക് സ്യൂട്ടബിളായിട്ടുള്ള ആധ്യാത്മികതയിലേക്ക് അയാളെ കൊണ്ടുവരും. അതാണ് ഇതിൻ്റെ അനുഷ്ഠാനവും ആധ്യാത്മികതയും തമ്മിലുള്ള ബന്ധം. ഒത്തിരി അനുഷ്ഠാനങ്ങൾ ഉടമ്പടിയിലുണ്ട്. ഉപ്പുണ്ട്, അതൊരനുഷ്ഠാനമാണ്. ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട്. ഇതെല്ലാവരും ഉപയോഗിക്കണില്ലേ? പക്ഷെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് 99 മാർക്ക്, ചിലർക്ക് 60 മാർക്ക്, ചിലർക്ക് 30 മാർക്ക്, ചിലർക്ക് പരീക്ഷ എഴുതിന് ഫീസ് കാശ് കയ്യിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട്. അപ്പം ഈ ഉപ്പാണ് നിങ്ങൾ ഉടമ്പടി ഉപ്പാണ് ഉപയോഗിക്കണത്, കാശുരൂപമാണ് ഉപയോഗിക്കണമെന്നല്ല പ്രശ്നം. ആരുപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആരുപയോഗിക്കുന്നു. കാര്യം നിങ്ങൾ ഒരു 3 പേരാണ് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കണമെങ്കിൽ 3 റിസൾട്ടാണ് വരണത്, ഒരു റിസൾട്ടല്ല. 3 പേര് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ 3 പേര് ഉടമ്പടി കാശ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 3 റിസൾട്ടാണ് വരണത്. ചിലക്ക് ഒരു 99% റിസൾട്ട് വരും, ചിലക്ക് 70% റിസൾട്ട് വരും, ചിലക്ക് 30% റിസൾട്ട് വരും. ഒരു റിസൾട്ടും വരാതെ ഒരിക്കലും വരത്തില്ല. കാര്യത്തിൽ അവൻ ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഒരു ബേസിക് മാർക്ക് അവന് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. അല്ലെങ്കിൽ ദൈവം ഉടമ്പടി എടുപ്പിക്കത്തില്ലല്ലോ. ദൈവം ഉടമ്പടി എടുപ്പിക്കുക വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ടല്ലേ ബന്ധം, അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന് നേർച്ചയിട്ടിട്ട് പോണ പോലെ അഭ്യാസമല്ലല്ലോ ഇത്. നിങ്ങളൊരു ബയലാട്രൽ എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടുകയാണ്. അപ്പോൾ അതർ കക്ഷി എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവവുമായിട്ട് നിങ്ങളൊരു എഗ്രിമെൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒരു 10 പേര് കൃപാസനത്തിൽ വന്നാൽ ആരാ ഉടമ്പടി എടുക്കണത്? 4 പേരെ ഉടമ്പടി എടുക്കത്തുള്ളൂ, 6 പേര് പോകും. നിങ്ങൾ കണ്ടിട്ടില്ലേ? പോണം കണ്ടിട്ടില്ലേ? ഞങ്ങൾക്കറിയാതെ 10 പേര് കൃപാസനം ചവിട്ടിയാൽ അതിനകത്ത് 6 പേര് അപ്പം തന്നെ പോകും. പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറയും. അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ തോണ്ടും മാന്തും, അമ്മ പോകാം അമ്മ പിന്നെ വരാം അടുത്ത ദിവസം വരാമെന്ന് പറയും. അവർക്ക് കാര്യത്തിൽ അവർ കോൺഫോറായിട്ടില്ല ഉടമ്പടിയിലേക്ക്. പക്ഷെ അമ്മയെ ദൈവം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും, നീ പോയി കാറിൽ കിടന്ന് ഉറങ്ങ്, ഞാൻ ഇത് എടുത്തിട്ട് വരട്ടെന്ന് പറയും. കാര്യം എന്താ? മകനെ അല്ലെങ്കിൽ മകൾക്ക് ഉടമ്പടിയെ വിളിച്ചിട്ടില്ല. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബയലാട്രൽ എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റ് ദൈവം സമ്മതിക്കണ്ടേ? ഇപ്പോഴൊരു മൊബൈൽ പ്രാന്തിയാണെങ്കിൽ ദൈവം സമ്മതിക്കത്തില്ല. ഈ പണ്ടാരമായിട്ട് ഉടമ്പടി ചെയ്തിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാ? അപ്പോൾ ഈ സാധനത്തിന് അപ്പം പെരുക്കം വന്നിട്ട് ആ സാധനം അപ്പം തന്നെ 4 കാലം വീണ് ഓടി, കാലും പറത്തിക്കൊണ്ട് ഓടിക്കളയും. പക്ഷേ ഈ സാധനം പിന്നെ തിരിച്ചു വരും. കാര്യം അമ്മ എന്ന് പറയുന്ന ആ ഉടമ്പടി, ദൈവം ഉടമ്പടി എടുക്കാൻ വേണ്ടി വിളിച്ച ആൾ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് അടയാളങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവർക്കൊരു ആവശ്യമുണ്ട്. ആദ്യം ചാടിപ്പോയി വരും, പിന്നീട് തിരിച്ചു വരും. അവർ സാക്ഷ്യങ്ങൾ കേൾക്കാം. എന്തുമാത്രം സാക്ഷ്യങ്ങൾ അങ്ങനെ വരുന്നത്. ഞാൻ ഉടമ്പടി അമ്മ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കാറിൽ പോയിരുന്നുണ്ട്, TV കാണുക, അവിടുത്തെ കോമഡി കാണുകയായിരുന്നു, എനിക്ക് ഇതിൻ്റെ അകത്തൊരു താല്പര്യം തോന്നിയില്ല എന്നൊക്കെ പറയും. പക്ഷെ ആദ്യം തോന്നിയില്ലെങ്കിലും
കാലാന്തരത്തിൽ നീ ഇവിടെ വന്ന് ചവിട്ടിപ്പോയില്ലേ, ചവിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഗ്രേസ് മാർക്ക് നിനക്ക് കിട്ടും. ചവിട്ടിക്കഴിഞ്ഞാൽ എന്താ കാര്യം? അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്ത് വരാനുള്ള അനുവാദം കിട്ടിയില്ലേ, എൻട്രി പാസ്സായില്ലേ. അപ്പോഴങ്ങനെ എൻട്രി പാസ് കിട്ടിയ ആൾക്കാർ ചിലപ്പോൾ ഡ്രൈവറായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ഭീഷണ പാർട്ടി ആയിരിക്കും, ഡ്രൈവിങ് കഴിഞ്ഞാൽ വൈകുന്നേരം ചിലപ്പോൾ ബിസി കിടന്ന് തുടങ്ങിയും പ്രാർത്ഥിക്കാത്ത കക്ഷിയായിരിക്കും. ഒരു പ്രാർത്ഥനക്കാരെ 10 പൈസ കിട്ടുന്ന കാര്യം നിങ്ങളെ കൊണ്ടൊന്ന് ആക്കിയിട്ട് എങ്ങനെ ഇവിടെ ഇരിക്കുക, എന്നാ പരിപാടി അവിടെ നടക്കണമെന്നൊക്കെ അവിടെയൊക്കെ ചുറ്റും നടന്ന് കണ്ടേച്ചും അങ്ങനെ കുത്തിയിരിക്കുന്ന പാർട്ടി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ദൈവം വിളിക്കും. ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കും. ആ ഇടുക്കി ഞങ്ങളൊരു ഡ്രൈവറിൻ്റെ സാക്ഷ്യം കേട്ട്, അയാൾക്ക് ഭയങ്കര വെള്ളമടിയാണ്, അയാൾ മുടിഞ്ഞ് തേച്ച് കഴുകിയിരിക്കുകയാണ്. അവസാനം പുള്ളിക്കാരൻ്റെ വണ്ടി വരെ കടത്തിലായി. പുള്ളി ആൾക്കാരെ എന്നാലും ആൾക്കാരെ കൊണ്ടുവരേണ്ട പരിപാടിയാണ് പുള്ളിക്കുള്ളത്. അത് കഴിയുമ്പോൾ പുള്ളി കിടന്ന് ഇപ്പം എന്നിട്ട് ഇവരെ ഇട്ടിട്ട് സ്ക്രൂ ചെയ്യും. ചില ഡ്രൈവർമാർ കൃപയില്ലാത്തവരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ വന്നവരെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ തന്നെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് കളയണം മൊബൈല്. അതാണ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ എടുക്കരുത്. കാര്യം ഒരിക്കലും നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വരുന്നവരുടെ മൊബൈലിലൂടെ നിങ്ങൾക്ക് ഇത്രയും നാൾ എൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 60% നിങ്ങളെ ഉടമ്പടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പിന്തിരിപ്പൻ ശക്തികളായിരിക്കും അതർ എൻഡിലുള്ളത്. അത് മകനായിരിക്കും. അമ്മ തിരിച്ചറിക്കാടെന്ത് ചെയ്യും? അമ്മ പോയി കിടക്കണ കൃപാസനത്തിൽ, എൻ്റെ തിരിച്ചറിക്കാടെന്ത് ചെയ്യും? എടാ അവിടെ ഉണ്ടാ നോക്കടാ, തീർന്ന് നമ്മൾ ഡെസ്പായി, നമ്മുടെ വിശ്വാസ പ്രമാണം പൊട്ടിപ്പോയി അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പണ്ടാരം വിളിച്ചത്. പിശാച് വിളിപ്പിക്കുന്നതാണ് ഈ സാധനം. നമ്മളെക്കൊണ്ട് ഇരിപ്പിക്കത്തില്ല. തിരിച്ചേക്കാട്ടാണ് അവിടെ ഇരിപ്പുണ്ടാകുകയെ. അവനെന്നും പണ്ട് മുതൽ അവൻ്റെ കളിസം വരെ നമ്മൾ 35 വയസ്സായാലും നമ്മൾ എടുത്തു കൊടുക്കണം. അത്ര ഒരു സാധനത്തിന് നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പണിയാണത്. ശരിക്കും പിള്ളേരെ കൊണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ ആദ്യം മുതൽ ചെയ്തിച്ചില്ലെന്നുണ്ടെങ്കിൽ മരണം വരെ പണിയായിരിക്കും നമുക്ക്. ചില അമ്മമാർ അയ്യോ കൊച്ചല്ല കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊച്ചല്ല കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയും ചെയ്യിക്കത്തില്ല. ഈ പണ്ടാരൊക്കെ ചെന്ന് ഡൈവേഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരും. കാര്യം കെട്ടി വിട്ട് ചെല്ലുമ്പോൾ അമ്മയമ്മ സമ്മതിക്കുക. കാര്യം ഒരു പണിയും ചെയ്യിക്കത്തില്ല. എനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോൾ അവൾക്ക് പഠിക്കട്ടെ അമ്മ പറയും. അവസാനം പഠിത്തം മാത്രമേ ഉള്ളൂ. സാധനം വേറെ ഒരു സാധനമില്ല, ജീവിതമായിട്ട് ബന്ധമില്ല. ഇവിടെ ഡൈവേഴ്സ് എന്ന് പറയുന്ന ആ വിഷയം ഇപ്പോൾ കുടിരിയില്ലേ, അതിൻ്റെ നല്ലൊരു ശതമാനം കാര്യങ്ങൾ അമ്മമാരുടെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടത്. ഒരു സംശയമില്ല. കാര്യം ഒരു സംശയമില്ല. നിങ്ങൾ ആദ്യമേ തന്നെ അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇനിയുള്ള സമയം പ്രാർത്ഥിക്കാനും പിന്നെ ശാസിക്കാൻ കഴിയണം. അപ്പനും അമ്മയും ആകുമ്പോൾ ഈശോ എന്താണ് നീ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചില്ലേ. ഏത് ഈശോയാണെന്ന് ദൈവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ ഡ്യൂട്ടി ചെയ്യും. എന്താണ് ഈശോ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്, ഞാനും നിൻ്റെ അപ്പനും കൂടി എന്തുമ്പോൾ നിന്നെ അന്വേഷിച്ചെന്ന് അറിയാമോ? അത് ശാസനയാണ്. ആ സംഭവം ശാസനയാണ്. അപ്പോൾ ദൈവപുത്രനാണെന്ന് അറിഞ്ഞാലും മാനുഷ്യമായ ഒരു ക്രമം തെറ്റിക്കഴിഞ്ഞാൽ ശാസിക്കാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട്. അത് ഏത് മക്കൾ അവളെ 2 പ്രസവിച്ചൊക്കെ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും അവളുടെ അപ്പനോട് വീട്ടുകാരോട് ചെയ്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയല്ലെന്ന് നിങ്ങൾ പറയണം. അപ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷമാകണത്. അപ്പോൾ ചിലപ്പോൾ മകളുടെ സ്നേഹം നിങ്ങൾക്ക് പോകുമായിരിക്കും. എൻ്റെ മക്കളെ, ഒരു കഥയുമില്ലാത്ത കാര്യമാണിത്. നമ്മൾ പലരുടെയും സ്നേഹത്തിന് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തുതീർപ്പ് തയ്യാറാകുമ്പോൾ ഔട്ടാകണത് ദൈവമാണ്. നമുക്ക് ദൈവത്തെ മാത്രം മതിയെന്ന് ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവത്തെ മാത്രം മതി, ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കും. അതിനാൽ ബാക്കി ആർക്കും ഒരു പരിധി കഴിഞ്ഞാൽ വേറെ ആർക്കും വാല്യൂ ഇല്ല. അങ്ങനെ നീ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് മകളായാലും ശരി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? അയ്യോ നമുക്ക് ഇനി കഞ്ഞി കിട്ടണമെങ്കിൽ മകൾ തന്നെ പോകണ്ടേ ഇംഗ്ലണ്ടിലെ. അപ്പൻ്റെ കാര്യം കണക്കാണ്. ഇനി മകളല്ല ഇനി നമ്മളെ സഹായിക്കേണ്ടത്, മകനല്ല സഹായിക്കേണ്ടത്. മകനെ ഇപ്പോൾ കല്യാണം കഴിച്ച് പിന്നെ അവൾ കല്യാണം കഴിച്ച മകൻ പറയണത് മാത്രമേ, മകൾ പറയണത് മാത്രമേ അവൻ കേൾക്കത്തുള്ളൂ. മകൻ്റെ കാര്യത്തിൽ തീരുമാനമായി, അവൻ പോയി. ഇനി എൻ്റെ മകളല്ലേ ഉള്ളെന്ന് പറഞ്ഞ് പല അമ്മമാരും സ്കാൻ ചെയ്ത് നോക്കിയാൽ ദൈവത്തെക്കാൾ ഉപരി ജോലിയുള്ള മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുണ്ട്. ഇവിടെ ഉടമ്പടി ക്രാക്ക് ആകത്തില്ല. കാരണം ദൈവത്തിനറിയാം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ജോലിയുള്ള 10 പൈസ വരുമാനമുള്ള മകൾ പറയണതായിരിക്കും നിങ്ങൾ കേൾക്കണത്, ദൈവത്തിൻ്റെതല്ലെന്ന്. അത് ദൈവത്തിനറിയാമത്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേണായിട്ട്, ഇതാണ് ഉടമ്പടി ആധ്യാത്മികത എന്ന് പറഞ്ഞത്. നിങ്ങളുമായിട്ടൊരു ഉടമ്പടി ചെയ്യുമ്പോൾ നിലപാടിലും നയങ്ങളിലും സമീപനങ്ങളിലും
ഒക്കെ നിങ്ങൾ ഏകപക്ഷീയമായി ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം. എന്നാൽ ഇത് പെട്ടെന്ന് ഫയറാകും. പിന്നെ അതല്ല, നിത്യത വരെ ഫയറാകും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഒരു പ്രശ്നത്തിന്റെ മുഖത്ത് 100% ഒത്തുതീർപ്പിന് വിധേയമല്ലാതെ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കാൻ ആവശ്യമായ ആധ്യാത്മിക അടിത്തറയാൽ എന്നെ ബലപ്പെടുത്തണമേ. ഇപ്പൊ ഫസ്റ്റ് ബോധ്യം ഞങ്ങൾക്ക് കൈമാറി തന്നു. എന്താണ് കാര്യം? ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ ദൈവബന്ധത്തിൽ നീ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പിന്നെ എന്താണ്? ഒത്തുതീർപ്പിന് മകളുടെ ശമ്പളവും നമുക്ക് നാളെ നക്കാപ്പിച്ച 10 പൈസ കിട്ടുന്ന വരുമാനം അടഞ്ഞു പോയെന്ന് കണ്ടു കഴിഞ്ഞാലും ദൈവമായിട്ട് റിലേഷനിൽ ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ, അതാണൊരു ബോധ്യമെന്ന് പറയണത്. അപ്പോൾ ദൈവം പിന്നെ നമ്മുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ദൈവം നോക്കാൻ ബാധ്യസ്ഥമായി തീരും. കാര്യം നമ്മൾ നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ റിസ്ക് എപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലായി സംഭവം. ഇനിയിപ്പോൾ ദൈവം കൈവിടാൻ കുഴപ്പമില്ല, എൻ്റെ മകളുടെ ശമ്പളം ഉണ്ടല്ലോ. നമ്മൾ പല ആൾക്കാരോടും ഒത്തുതീർക്കണമെന്ന് വെച്ചാൽ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കിയിട്ടാണ് ഒത്തുതീർപ്പിന് തയ്യാറാണ്. അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കിയിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണത്. ഏത് സമയത്ത് ഈ സാധനത്തെ കട്ട് ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാകണം. നിങ്ങളെ സഹായിക്കുന്നവരും നിങ്ങളെ സന്ധിക്കുന്നവർക്കും നിങ്ങളുടെ നിലപാടിനെക്കുറിച്ച് ധാരണയുണ്ടാകണം. എന്താണ്? ദൈവത്തിൻ്റെ വഴികളിൽ നിന്നല്ലെങ്കിൽ ഈ സാധനം കട്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തെ എന്താ വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശം. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്ന പോലെ തന്നെയാണ് ദൈവത്തെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്താ കാര്യം? നമ്മളുടെ നിലപാടിനെക്കുറിച്ച് ദൈവത്തിനൊരു ധാരണ കൊടുക്കണം. എൻ്റെ നിലപാട് ഇതായിരിക്കും, സുവിശേഷ വിഹിതമായ ഞാൻ ആ നിലപാടെടുക്കത്തുള്ളൂ. അത്ര കൊലകൊമ്പനായാലും ശരി, എൻ്റെ നിലപാട് ഇതായിരിക്കും. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. നമ്മുടെ കഴിവപ്പെടാത്ത കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് പറയണം, എൻ്റെ ദൈവമേ, എൻ്റെ കഴിവനുസരിച്ച് എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നിന്നെ അതിലെ ഒന്നാം സ്ഥാനത്ത്. ഇവിടെയാണ് വിഷയം. പ്രൈമറി റെഫറൻസ് വരണം. ദൈവത്തിന് പ്രൈമറി റെഫറൻസ്. ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിതമാണ്. അവിടെ കിട്ടേണ്ട രണ്ടാമത്തെ ബോധ്യം എന്ന് പറയുന്നത് പ്രൈമറി റെഫറൻസ് ദൈവത്തിന് വരണം. ഫസ്റ്റ് റെഫറൻസ്, നമ്മുടെ ഫസ്റ്റ് റെഫറൻസ് ദൈവത്തിന് വരണം. ഈശോ എപ്പോഴും പറയും, നിങ്ങൾ പ്രലോഭനം ഉണ്ടാവേണ്ടതാണ്, പക്ഷേ ഉണ്ടാവാതിരിക്കണം നല്ലത്. കർത്താവ് ആ കാര്യത്തിലൊരു അംബിഗ്യസ് ആണ്. എന്നുവെച്ചാൽ സിറ്റുവേഷനിലാണ് അങ്ങനെ പറയണത്. ടെംപ്റ്റേഷനെ കുറിച്ച് പറയണത് സിറ്റുവേഷനിലാണ്. എന്ന് വെച്ചാൽ പ്രലോഭനം ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഉണ്ടായാൽ നിങ്ങൾ വീണ് പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ പ്രലോഭനം ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ ടെംപ്റ്റേഷൻ. ഇപ്പം പ്രൈമറി റെലംസിൽ പ്രാഥമികമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമാണെങ്കിലും പ്രലോഭനം ഉണ്ടാവും. ഇതിനെതിരെ ഒരു പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഈശോ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യം വരിക. ഇപ്പം നമ്മളെ ദൈവം തോൽപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മൾ തോൽപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചില ആൾക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ദൈവം മനഃപൂർവ്വം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ആ ക്രിയേഷനിൽ ഇവർ ദൈവത്തിൽ നിന്ന് ഇപ്പം നിരക്കാത്ത തീരുമാനം എടുക്കാൻ സമ്മർദ്ദത്തിലാകും. അതിനാണ് പ്രലോഭനം ഉണ്ടാവുമെന്ന്, അതായത് പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞാൽ ഉണ്ടായാൽ വീണു പോകാൻ സാധ്യതയുണ്ട്. ഇതിനൊരു സേഫ് സോണുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ടൈം കഴിഞ്ഞാൽ നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ നമ്മൾ വിക്ഷേപിക്കത്തില്ലേ? അപ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടിരിക്കും.
അതുവരെ നമ്മൾ റോക്കറ്റ് കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഓരോരോ തിന്മകളും ഓരോരോ തിന്മകളും പാപത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഇനി ഒരു ടൈം കഴിയുമ്പോൾ നല്ല പോരാട്ടക്കാരിയാണ് നീയെങ്കിൽ ദൈവം നിൻ്റെ സത്യസന്ധത കണക്കിലെടുത്തിട്ട് ഒരു ടൈം കഴിയുമ്പോൾ നിന്നെ ഇതിൽ നിന്ന് റിലീവ്ഡ് ആക്കും. അപ്പം നീ ലൈറ്റ് വെയിറ്റ് ആകും. അപ്പം നിനക്ക് ഇഷ്യൂ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരത്തില്ല. കാര്യം കൊണ്ടുവരാതെ നീ സേഫ് സോണിൽ കൊണ്ടുപോകും. ഇതിനകത്ത് ആധ്യാത്മിക ജീവിതത്തിൽ ഒരു സേഫ് സോണുണ്ട്. അതാണ് ഈശോ പറയണത്. ഉണ്ടാവാതിരിക്കുന്ന നല്ലതെന്ന് പറയണത് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ. അപ്പം നീ കുമ്പസാരിക്കാൻ വരുമ്പോൾ നിനക്ക് പ്രത്യേകിച്ച് പാപങ്ങളൊന്നും കാണത്തില്ല. എന്താ കാര്യം? നിൻ്റെ ദൈവം ആ മേഖലയിൽ ടെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു നിൻ്റെ. ഇനി ടെസ്റ്റിംഗ് ടൈം പലപ്പോഴും ടെസ്റ്റിങ് ടെസ്റ്റ് മസ്റ്റാണ്. അതായത് എപ്പോഴും അധ്യായ വളർച്ചയ്ക്ക് എപ്പോഴും ടെസ്റ്റ് തരും. മിക്കവാറും ഈ പ്രൈമറി സ്കൂളിൽ വെച്ച് തന്നെ ആൾക്കാർ തോറ്റിട്ട് പഠനം നിർത്തുകയാണ് പതിവ്. അങ്ങനെയാണ്. 90 ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ കാലത്ത് തന്നെ കാര്യം ഇവൻ ആൾ ബേസിക്കായിട്ട് ശരിയല്ല, ലോകത്താനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യും. ഒരു തരത്തിൽ പിന്നെ അതായത് ഗ്രാവിറ്റിയുള്ള ടെസ്റ്റ് നൽകിയിട്ട് ഇയാളെ പൂർണ്ണമായിട്ട് ഔട്ടായി കളയും. പിന്നെ ഇയാളുമായിട്ട് കമ്പനീസ് ഇല്ല. ദൈവമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നിരന്തര അനുതാപത്തിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അനുതാപം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഉടമ്പടിയിൽ കിട്ടേണ്ട മൂന്നാമത്തെ ബോധ്യം എന്ന് പറഞ്ഞത് നിരന്തര അനുതാപമാണ്. നിരന്തര അനുതാപം എന്നല്ല, നിരന്തര അനുതാപം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ധ്യാനം കൂടി അപ്പോഴൊന്ന് അനുദപിച്ചു, കുറച്ച് മുങ്ങി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു, അങ്ങനെ പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ നല്ല വെള്ളം ചവഞ്ഞ് നടന്നു, നിലച്ചായത്ത് പിന്നെ കുറുക്കനെ പോലെ നടന്നു. മഴ പെയ്യുമ്പോൾ പിന്നെ പെയിൻ്റ് എല്ലാം പോയി പഴയ കുറുക്കനായി. അങ്ങനെയല്ലേ ധ്യാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ജീവികളെ കണ്ടാൽ മനസ്സിലാവും. ആദ്യം ഒരു ധ്യാനം കൂടി നല്ല നിലച്ചായത്തിൽ പെയിൻറ്റ് വീണ പോലെ നല്ല കുറുക്കനായി. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ശ്രുതി പറയും ബ്രദറാണ് സിസ്റ്ററാണെന്നൊക്കെ ശ്രുതി പറയും. കൃഷ്ണനാണെന്നൊക്കെ പണ്ട് കൃഷ്ണനാണെന്നൊക്കെ ധരിച്ചുള്ള കഥയില്ല പഞ്ചതന്ത്രത്തല്ല. പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോൾ ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ പെയിൻറ്റ് പോകും. പെയിൻറ്റ് പോകുമെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രദറ് അടിപൊളി പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ പ്രസംഗത്തിൻ്റെ കൂലിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പുള്ളി പോയി. ആശ്രയിച്ചു, അച്ഛാ ഒന്ന് ബ്ലസ് ചെയ്യണം, ഞാനൊരു കാര്യത്തിന് പോവുകയാണ്. അപ്പോൾ ഞാനോർത്ത് വല്ലയിടത്തും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ല, പിന്നീട് അറിഞ്ഞത് പുള്ളിയുടെ മകളെ കെട്ടിച്ചിട്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കാശ് മുഴുവൻ കൊടുത്തിട്ടില്ല. ഈ ബ്രദർ കൊടുത്തിട്ടില്ല. കൊടുക്കാതിരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചുകൊണ്ട് തന്നെ പൈസ പറഞ്ഞ് ചേർത്ത ഷെയർ എല്ലാം കൊടുക്കാതെ വിടുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ ഉള്ളിലൊരു രഹസ്യ അജണ്ട ഉണ്ട്. കാര്യം കുറച്ച് കഴിയുമ്പോൾ ഇവൾ പ്രസവിക്കാൻ വേണ്ടി വരുമ്പോൾ അപ്പോൾ കാശ് വേണ്ടേ? അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള കാശ് പ്രസവരക്ഷയും കൊച്ചിൻ്റെ ജാനസ്ഥാനവും എല്ലാം കൂടി എടുത്തിട്ട് മുടക്കാൻ വേണ്ടി അവർ സാമ്പത്തികമായ കളിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും പിന്നെ ബാക്കി പൈസ കൊടുക്കാറുണ്ട്. അപ്പം മുറുമുറുപ്പ് ഇടയ്ക്ക് കെട്ടിച്ച് വിട്ട വീട്ടിൽ എപ്പോഴും മുറുമുറുപ്പുണ്ടാവും. ബദറാണ് അച്ഛൻ അതൊരു കാര്യമൊന്നുമില്ല. പാപത്തിൻ്റെ സാഹചര്യങ്ങളെ ഇവർ ആധ്യാത്മിക ജീവിതം ഒന്ന്, പ്രായോഗിക അനുദിന ജീവിതം വേറെ രണ്ടായിട്ട് വരും. അങ്ങനെ അത് നിങ്ങൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. ഈ കയ്യാങ്കളികളെല്ലാം ദൈവം വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്താണ് പൈസ സ്ത്രീധനം കുറച്ചാണ് കൊടുത്തിരിക്കണത്, അതുകൊണ്ട് അവിടെ ഇഷ്യൂ ഉണ്ട്. അവിടെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താണ്? കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ പ്രസവിച്ച് കൊച്ചിനെ കെട്ടിച്ചില്ലെന്ന് ചോദിച്ചാൽ വായടച്ച് കെട്ടിച്ച് അവൾ പ്രസവിച്ച് തീർന്ന്. അപ്പോൾ അപ്പനും അമ്മയും കൂടി തന്ത്രപൂർവ്വം മകളെ കെട്ടിക്കുകയും ചെയ്യും, മകളെ പ്രസവിപ്പിക്കുകയും ചെയ്യും, നാട്ടുകാരുടെ മുമ്പിൽ നല്ല പിള്ള ചവയും ചെയ്യും. എന്നിട്ട് പൈസ മൊത്തം അവിടെ കൊടുത്തിട്ടില്ല. അത് കാരണം അവിടുന്ന് ഇഷ്യൂ. എന്തിനാണ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഇന്നലെ നാളെ ഇടിയുണ്ടാക്കി അവളെ ഇവിടെ തള്ളി പുറത്താക്കുമെന്നറിയാം. അവർ തള്ളി പുറത്താക്കാനാണ് അവർ ആഗ്രഹിക്കണത്. എന്തിനാണ്? ഇവിടെ കൊണ്ടുവന്ന് എടുത്തിട്ട് വേല എടുപ്പിച്ച് തിന്നണം. അതാണ് പ്രശ്നം. അപ്പോൾ ഈ ആൾക്കാർ ഉടമ്പടി എടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് ഒറ്റടക്കം പോകുന്നില്ല. ഞാനുള്ള കാര്യം പറയുകയാണ്. അപ്പം മനസ്സിൽ എന്താണ്? അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? ഉടമ്പടി അഡ്രസ്സ് ചെയ്യണ പാപത്തെ അല്ല, ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് അനുതാപത്തെയാണ്.
അനുതാപം ബേസിക്കായിട്ട് അനുദിന അപ്പവും നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അനുതാപം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ അനുതപിച്ച് ദൈവത്തിന് എന്ത് കിട്ടാനാണ്? അനുതാപത്തിന് എപ്പോഴും ഒരു ഇറ്റേണൽ ലൈഫായിട്ടൊരു കണക്ഷനുണ്ട് അനുതാപത്തിന്. അനുതാപം ആവശ്യമുള്ള ആൾക്കാരെക്കുറിച്ച് എന്തിനാണ് ഈശോ അങ്ങനെ പറയണത്? അപ്പോൾ എന്തിനാണ് അനുദപിക്കണത്? ശരിക്കും പറഞ്ഞാൽ അനുദപിക്കണത് നിത്യജീവനിലേക്കുള്ള യാത്രയുടെ ഒരു പ്രീ റെക്വിസിറ്റായിട്ടാണ് റിപ്പൻഡൻസ് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവനിലേക്കുള്ള ദൈവത്തിലേക്കുള്ള യാത്രയുടെ ഒരു മുൻ ആവശ്യമായിട്ടാണ് അനുതാപം. അല്ലാതെ നിങ്ങൾക്ക് IELTS പാസ്സാകാനല്ല അനുതാപം. ഇവിടെ പല ആൾക്കാർ അനുദപിക്കുന്നുണ്ടേ. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ പോലെ ആകുമെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ തൽക്കാലം ഒരു സംഭവം വീട് വെച്ചു, അനുതാപം തീർന്നു, പിന്നെ പഴയ പണ്ടാരമായി മാറും. ആ വീട്ടിൽ ഒരുമാതിരിപ്പെട്ടവർ ആരും കിടത്തി പുറപ്പിക്കത്തില്ല. പണ്ട് വിരുന്നുകാരെങ്കിലും വരുമായിരുന്നു. വീട്ടുകാർ ചിലപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഇത്തിരി പൈസ കുറവ് ആൾക്കാരില്ലേ. പണ്ട് ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നൊക്കെ ജീവിച്ചൊക്കെ ഒരുമിച്ച് മുറി കിടന്ന് ഉറങ്ങിയതാണ്. ഇപ്പോൾ ഇവർക്ക് കൊട്ടാരം പോലെ ഒരു 5-8 മുറി വീട് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴെന്താണ് അവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് ഇപ്പം അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവർക്ക് ഇവർക്ക് പുച്ഛമാണ്. എന്നിട്ട് ഈ പണ്ടാര ഉടമ്പടിയാണെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് നടക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഈ നിലപാടത്തിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങൾക്ക് ഭവനം പഴിച്ചു. ആ ഭവനത്തിൽ പണ്ട് കയറ്റിയവരെ നിങ്ങളിപ്പോൾ കയറ്റണില്ല. ആ ഭവനത്തിൻ്റെ അപ്പൂപ്പൻ്റെ അവസ്ഥ എന്താണ്? ചാർത്തിൽ കൊണ്ടേ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉടുക്കത്തെ കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ ഞരങ്ങിയും മുളിയും ആ പാവപ്പെട്ടവൻ ചാർത്തിൽ കിടക്കണം കാണാം. അടുക്കള ഇപ്പുറത്ത്, ചാർത്ത് പുറകിൽ, അവിടെ കട്ടിൽ വിട്ട് അങ്ങനെ തൂറിയും മുള്ളിയും കിടക്കും, മണവുമായിരിക്കും. അച്ഛൻ വന്നെന്ന് കേൾക്കുമ്പോൾ ഈ അച്ഛൻ എന്താ ഇപ്പം കെട്ടിയെടുത്ത് കണ്ട് വന്നത്? വല്ല കാര്യമുണ്ടോ? ഇയാൾക്ക് നന്നാകാൻ പോണ ഇപ്പം കുർബാന കൊടുത്തുമ്പോൾ കുത്തി വായി കയറ്റുമ്പോൾ ഇയാൾക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകണം? ഇയാളുടെ കയ്യിൽ പെരുക്ക്. അപ്പോൾ ഇവൾ മരുമകളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ ഈ അപ്പനെ നോക്കത്തില്ല. അപ്പനെ നോക്കാതിരുന്നതിൽ അപ്പനെ കുളിപ്പിക്കത്ത് പോലും ഇല്ല. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വന്ന് കുളിപ്പിച്ച് അത്രയും നല്ലതാണെന്ന് പറഞ്ഞാൽ അവർ നടക്കണത്. ഈ ഉടമ്പടിയുടെ പിന്നിലൊരു ആധ്യാത്മികതയുണ്ട്. ദൈവം ശോധന ചെയ്യുന്നൊരു ആധ്യാത്മികതയുണ്ട്, നിരീക്ഷിക്കുന്ന ആത്മീയത. അപ്പോൾ എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ കവനൻറ്റ് റിലേഷൻസ്. നിങ്ങളുടെ ഉടമ്പടി റിലേഷൻസിൽ നിങ്ങൾ വരെ വെടിക്കെട്ട് സാക്ഷ്യം പറയും, ഞാൻ പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ പക്ക അതായത് നിങ്ങൾക്കറിയാമല്ലോ, ആറ്റം ബോംബ് ഹിരോഷിമയിൽ ഇട്ട സാധനം കൊണ്ട് തന്നെയാണ്, ആ അറ്റോമിക് പവർ കൊണ്ട് തന്നെയാണ് നമ്മൾ കപ്പൽ ഓടിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അറ്റോമിക് എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ്. ആൾ നശിപ്പിക്കാനും പറ്റും, അതേസമയം തന്നെ വികസനത്തിന് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ ഇതേ സമയം തന്നെ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം അനാദികാലം മുതലേ നിലനിൽക്കുന്ന ഒരു യുണീക്ക് ഫോർമാറ്റാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ മനസ്സും ശരീരവും തേച്ച് കഴുകി വൃത്തിയായി ദൈവവുമായിട്ട് ഞാനൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. എന്നിട്ട് ഇതൊരു ഉടമ്പടി എന്ന് പറയുന്നത് ഒരു തീരാത്ത ബോധമാണ് എല്ലാ ദിവസവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടിക്ക് ആശീർവാദം തരണത് 20 രൂപ വരെയാണ് ആ ഉടമ്പടിക്ക് ആശീർവാദത്തിന്. വീണ്ടും നിങ്ങൾക്ക് പുതുക്കുമ്പോൾ ഞങ്ങൾക്ക് ആശീർവാദം ഫ്രീ ആയിട്ട് തരണത്. എന്താ കാര്യം? അതിന് വിലമതിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ഉടമ്പടിക്ക് ആശീർവാദം ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ അകത്തൊരു സത്യസന്ധമായ ഒരു ഉടമ്പടി ആളാണ് അതിൻ്റെ അകത്ത് വിശ്വപ്രമാണം ചൊല്ലി അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം അവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും. അത്രയും വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഞങ്ങൾ പറയും, നിങ്ങൾ ചെപ്പിലിട്ട് സൂക്ഷിക്കണേ. അപ്പോൾ ചിലർ കഴുത്തേക്ക് കെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ കഴുത്തേക്ക് കെട്ടിക്കൊണ്ട് നടക്കണേ എന്തിനാണെന്ന്. അപ്പോൾ അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പം പറയും, അച്ഛാ എനിക്ക് ഹാർട്ടിൻ്റെ അസുഖമാണ്. അപ്പോൾ ഉടമ്പടിക്ക് ആശീർവാദം എൻ്റെ നെഞ്ചത്ത് കിടക്കുമല്ലോ, ഞാൻ ഓക്കെ അത് വിചാരിച്ചു ഓക്കെ എന്നൊക്കെ ഒന്നും പറയാൻ കറക്റ്റാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ എന്നാലും ഇത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ തിരിച്ചു തരത്തില്ല. നിങ്ങളുടെ കയ്യിൽ തന്നെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് റീഫണ്ട് ചെയ്യും, പുതിയത് തരും. എന്താ കാര്യം? ഉടമ്പടി റിലേഷനാണ്, നിത്യബോധമാണത്. ഉടമ്പടി ദൈവവുമായിട്ട് നിങ്ങളുടെ അടുത്ത ഉടമ്പടിയിൽ നിത്യബോധമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഈ ഉടമ്പടിയുടെ ഇത്രയും നാളുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇന്നലെ ബീന വിജയൻ ഒരു സാക്ഷ്യം പറഞ്ഞു. ബീന വിജയൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. അത് നമ്മളത് ഇന്ന് അപ്പ് ചെയ്യും. ബീന വിജയൻ
എന്താ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിഷയം എന്ന് പറയുന്നത്, ബീന വിജയൻ ബേസിക്കലി നേഴ്സാണ്. അവർ നേഴ്സാണ്. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. ഭർത്താവെന്ന് പറയണത് നേഴ്സായിരുന്നു, അവർ കല്യാണം കഴിച്ചു. പക്ഷേ ഇവരെ ജോലിക്ക് വിടത്തില്ല ഭർത്താവ്. അതാണ് അവിടെ പ്രശ്നം. പോരെ, ബീന വിജയനെ ജോലിക്ക് വിടത്തില്ല. ജോലിക്ക് വിടാത്തതിൻ്റെ കാരണം ഭർത്താവ് പറയണത്, ഞാൻ ജോലി എടുക്കുന്നുണ്ടല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, അപ്പോൾ അത് നീയല്ലേ വളർത്തേണ്ടത്, അപ്പം നിനക്ക് ജോലിക്ക് പോകാം, ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ ഓക്കെ. നൈറ്റ് ഡ്യൂട്ടിക്കോ അല്ലാത്ത ഡ്യൂട്ടിക്കൊക്കെ പോയാൽ ഈ കുഞ്ഞുങ്ങളെ ആര് വളർത്തും? അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ എത്ര കാശ് മുടക്കിയാലും കുഞ്ഞുങ്ങൾ അന്തോന്നിങ്ങളായിപ്പോയാൽ ആര് സമാധാനം പറയും? അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ നിന്നെ നോക്കിക്കൊള്ളാം, നീ കുഞ്ഞുങ്ങളെ വളർത്തുക, അതാണ് നമ്മുടെ നിധി എന്ന് പറയും. ബീന വിജയനോട് പറയും. ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിനക്കിപ്പോൾ 9 മണിക്ക് പോയാൽ മതിയല്ല, വൈകുന്നേരം 5 മണിക്ക് വരാം, മക്കൾ പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോൾ നിനക്കും വരാം, മക്കൾ പോകുമ്പോൾ നിനക്കും പോകാം, ഞാനും എൻ്റെ ജോലിക്ക് പോകും. അപ്പം അങ്ങനെ. പക്ഷേ നേഴ്സിന് അങ്ങനെ പറ്റുമോ? ഇവർ അധ്യാപകയല്ലല്ലോ. അപ്പോൾ ഇവളെന്ത് ചെയ്യും? ഇവൾ വിഷമത്തിലാവും. ഇവൾ വന്നേച്ച് ഈ ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം കേട്ടെന്ന് പറഞ്ഞ്, ദൈവമേ ഞാൻ കൃപാസനത്തിൽ പോകാം, അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. അതാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധ്യം എന്ന് പറയുന്നത്. അത് ബോധ്യമാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ഉടമ്പടി ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉടമ്പടി ധ്യാനങ്ങൾ കൂടുക. രണ്ടാമത്തെ എന്താണ്? ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ രണ്ടാമത്തത് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബീന വിജയന് തോന്നിയത് എന്താണ്? എൻ്റെ അവസ്ഥ ഒരു പോക്കീസാണ്. കാര്യം നേഴ്സാണ്, ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അധ്യാപികയാണെങ്കിൽ മാത്രമേ ഭർത്താവ് ജോലിക്ക് വിടത്തുള്ളൂ. നേഴ്സിന് ആരാണ് അധ്യാപികയായിട്ട്? ഇതൊക്കെ നടക്കാത്ത കാര്യമാണ്. എന്നാലും ഉടമ്പടി ചെല്ലുമ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടിട്ട് അവർക്കൊരു ബോധ്യം കിട്ടി. എന്താണ്? അമ്മ എന്തെങ്കിലും ഒരു പഴുതുണ്ടാക്കുമെന്നാണ്. അതാണ് അറിവ്, അതാണ് ബോധ്യം എന്ന് പറയുന്നത്. ഞാൻ ചെന്ന് അമ്മയോട് പറയാം എൻ്റെ അവസ്ഥ. 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ 9 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഒരു കാര്യം പറ്റിയിട്ടില്ല. ഇനി അമ്മയടുത്ത് ചെന്ന് പറയാം. അമ്മയടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മേ ഉടമ്പടി എടുത്ത് പറഞ്ഞു, അമ്മേ എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് രാവിലെ കുഞ്ഞുങ്ങളുടെ കൂടെ പോകണം, എന്നിട്ട് തിരിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ വരണം. പക്ഷേ എനിക്ക് നേഴ്സിംഗ് ആണ് എൻ്റെ പോസ്റ്റ്, എനിക്ക് അതിന് പറ്റിയ ഒരു ജോലി തന്നെ എന്ന് പറയും. അപ്പോൾ എന്നാ ചെയ്തതെന്നറിയാമോ? ഇവളുടെ ഒരു സത്യാവസ്ഥയും അവൾ ആ ഉടമ്പടിയിലേക്ക് അനുവർത്തിച്ചിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളൊക്കെ എല്ലാം അമ്മയ്ക്ക് ഭയങ്കര പ്രിയങ്കരമായ ഒരു ചാനലിലൂടെയാണ് ഇവിടെ മൂവ് ചെയ്യണത്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഉടമ്പടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, എപ്പോഴും ഉടമ്പടി പുതുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കുന്ന 1100 പേരാണ് അടുത്ത് ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കണത്. പക്ഷേ പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഉടമ്പടി എടുത്ത ശേഷവും നിങ്ങൾക്കുണ്ടായ മാറ്റം, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ആൾ തന്നെയാണ് ഇപ്പോഴെങ്കിൽ നിങ്ങൾ പുതുക്കിയിട്ടില്ല. ഈ പേപ്പർ 10-30 പേപ്പർ മേടിച്ചെന്നല്ല വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഉടമ്പടിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ, ഉടമ്പടിക്ക് ശേഷം എന്താണ്, തമ്മിൽ നോക്കണം വ്യത്യാസം. ദൈവം അസസ് ചെയ്യണ ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ പറയണത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി ലാഗാകണത്? ലാഗാകേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ബീനയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബീന ചോദിച്ചിരിക്കുന്നത് ഒരു പ്രാന്തൻ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അവൾക്ക് കരകയും ചെയ്യണം, കിറിയും നന്നാകണം. ഇതെങ്ങനെ നടക്കണം പരിപാടി? അതൊക്കെ കരയണം, ഭാവിട്ട് കരയണം, പക്ഷേ കിറി നന്നായിട്ടിരിക്കണം. നമ്മുടെ ഈ ആൾക്കാരൊക്കെ ബ്യൂട്ടി പാർലറിൽ വരികയില്ല, അതുപോലെ ഇരിക്കണം. കരകയും ചെയ്യണം, പാക്കേജ് ഒന്നും പോകുകയും ചെയ്യരുത്, പണിയാണ്. ഇതുപോലെയാണ് ബീനയുടെ അവസ്ഥ. അവൾക്ക് ജോലിയും കിട്ടണം, നേഴ്സിൻ്റെ ജോലിയും ചെയ്യണം, എന്നാൽ വീട്ടിൽ വരികയും ചെയ്യണം. പല ആൾക്കാർ പക്ഷേ അവളുടെ അവസ്ഥ അതായത് കാരണം മാതാവ് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവളുടെ ഉടമ്പടി ജെനുവിനായത് കാരണം ഇവളുടെ ഉടമ്പടി അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് മറിയം സൈൻ ചെയ്യും. നിങ്ങൾക്കറിയാമല്ല, അമ്മ പച്ച മഷിക്ക് ഒരു കോറിക്കഴിഞ്ഞാൽ പിന്നെ ഓവർ റൈറ്റിംഗ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഈശോ പിന്നെ ഇടയ്ക്ക് കയറി അത് റൈറ്റ് ചെയ്യത്തില്ല. അമ്മ കോറി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ, അപ്പോൾ ഈ കാനായിലെ കല്യാണത്തിൽ അങ്ങനെയാണല്ല, അവൻ പറയുക ചെയ്യാൻ പറഞ്ഞ് കോരി ഇട്ടിരിക്കുകയാണ്, പിന്നെ അവിടെ
റീറൈറ്റിംഗ് ഒന്നും ഇല്ല, അത് നേരെ അങ്ങോട്ട് പാസ്സായി പോകുകയുള്ളൂ. കാര്യം അമ്മയുടെ ഒരു ബലം അതാണ്, ഒരു മരിയൻ ബലമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ബീനയുടെ വിഷയത്തിൽ അമ്മ ഒരു പോസ്റ്റ് അവരുടെ സ്കൂളിൽ തന്നെ, അടുത്തുള്ളൊരു സ്കൂളിൽ, ഒരു വലിയ പുരാതനമായ സ്കൂളിൽ തന്നെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എൻ്റെ അമ്മ ഈ ആ സാക്ഷ്യത കേൾക്കണം. ഒരു പോസ്റ്റ് ഇവയ്ക്ക് വേണ്ടി മാത്രം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്തിൻ്റെ പോസ്റ്റാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്. എങ്ങനെ പരിപാടി ഉണ്ടെന്നൊക്കെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്സിൻ്റെ പോസ്റ്റല്ലേ, കെമിസ്ട്രിയുടെ പോസ്റ്റല്ലേ, നേഴ്സിംഗ് പോസ്റ്റ്. എന്നുവെച്ചാൽ രാവിലെ പോയാൽ മതി, വൈകുന്നേരം വരാൻ പറ്റും. എന്നിട്ട് ഇൻ്റർവ്യൂ, എന്നിട്ട് ഒരു കൂട്ടുകാരി മുഖേന ഇവർക്ക് ഇൻറ്റിമേഷൻ കിട്ടും. ഇന്ന സ്കൂളിൽ ഒരു നേഴ്സിംഗ് പോസ്റ്റ്, ഹെൽത്ത് കെയർ എന്നും പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനുടനെ ഇവൾ ഭർത്താവും ഭാര്യ കൂടി ഇൻ്റർവ്യൂവിന് പോകും. ഇൻ്റർവ്യൂ പോകുമ്പോൾ അവിടുത്തെ കന്യാസിമാരൊക്കെ വലിയ സ്കൂളാണ്, ഇങ്ങനെ താടി കൈകൊണ്ടിരിക്കുന്നത്, എന്ത് പോസ്റ്റ്, ഇതെങ്ങനെ ഇന്ന് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പോസ്റ്റില്ല. എന്താ കാര്യം? ഇംഗ്ലീഷ് സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്, ആശുപത്രിയിലല്ലേ നേഴ്സിംഗ് പോസ്റ്റ്. എന്നിട്ട് ഇവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അവൾക്ക് അവിടെ ജോലി കിട്ടും. എന്താ പരിപാടി? കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കെയർ. എന്നിട്ട് ആ ജോലി എന്താ ചെയ്യണം? അവൾ പറയണേ, ഇപ്പം ഞാൻ ആ സ്കൂളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ് ഓട്ടോറിക്ഷയിൽ പോണത്. അധ്യാപികയായിട്ട് പോകുകയല്ല, നേഴ്സിംഗ് ജോലി ചെയ്യാൻ സ്കൂളിൽ പോവുകയാണ്. ഇവരെന്താണ് ഉടമ്പടി പറഞ്ഞത് അണുവിടെ തെറ്റാതെ കൃത്രിമമായിട്ട് ഒരു സ്കൂളിൽ ഒരു സ്പേസ്, ഒരു പോസ്റ്റ് സൃഷ്ടിച്ചിട്ട് അവിടെ തന്നെ ഇവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആ കുഞ്ഞുമായിട്ട് അവർ സ്കൂളിൽ നിന്ന് വരും. ഇതാണ് സാക്ഷ്യം, ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടി മാത്രം. അത് എന്നുവെച്ചാൽ ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു നിലപാടാണത്. നീ ഉത്തമയാണെന്ന് കണ്ടാൽ നിനക്ക് വേണ്ടി ജനതകളെ. യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അപ്പം ദൈവത്തിന് പ്രിയങ്കരമായി നോക്കണം. ഉടമ്പടി പോലെ സത്യസന്ധമായ ഉടമ്പടി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ദൈവത്തിന് പ്രിയങ്കരമായി മാറ്റുന്നതിനേക്കാൾ വലിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല. ഇവിടെ എന്താ? ഒന്നിന് വായിച്ചേ. യെശയ്യാ 43:4 ഏറ്റു പറയുക. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ഏതറ്റം വരെ അറ്റ് എനി കോസ്റ്റ് ദൈവം ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്തിരിക്കും. പക്ഷേ ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്താണ്? നീ എനിക്ക് വിലപ്പെട്ടവനായിരിക്കണം. പിന്നെ ആരാണ്? പ്രിയങ്കരനായിരിക്കണം. അപ്പം ഉടമ്പടി ഫോർമാറ്റ് എന്ന് പറയണത് ബേസിക്കായിട്ട് നമ്മളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കുന്ന പദ്ധതിയാണ്. ദൈവത്തിന് പ്രിയങ്കരമാക്കുക. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അവൻ പറയുമ്പോൾ ചെയ്യണം പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് ബഹുമാന്യരായിരിക്കും. ദൈവം നിന്നെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് നീ പുണ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ഈ ദൈവത്തിന് പ്രിയങ്കരനായിരിക്കുക, ദൈവത്തിന് ബഹുമാന്യനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ കൗണ്ടർ പാർട്ടുണ്ട്. പിന്നെന്താണ്? ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക. അവിടെയാണ് അനുതാപം ആവശ്യമായി വരണത്. ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക, സാത്താന് പ്രിയങ്കരമായിരിക്കുക. ഈ ഉടമ്പടി ആധ്യാത്മികതയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതിശയങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്, അത്ഭുതങ്ങൾക്കും. അതിന് വിശ്വാസം മതി, വിശുദ്ധിയുടെ ആവശ്യമില്ല. അത്ഭുതങ്ങളും അടയാളം ഉണ്ടാകാൻ ഒരു പരിധി വരെ വിശുദ്ധി ഇല്ലെങ്കിലും വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങളും അടയാളം ഉണ്ടാവും. അത്ഭുതങ്ങൾ അടയാളം അനുഭവിച്ച് സാക്ഷ്യം പറയുന്ന ആൾക്കാർ വിശുദ്ധരാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അവിടെ അത്ഭുതം അനുഭവിക്കുന്നവർ വിശുദ്ധരുമാണ് ചിലർ. എന്താ കാര്യം?
അവർക്ക് സ്നേഹത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തെ ദൈവം തള്ളിപ്പറയണത്. വിശ്വാസത്തെ ദൈവം ഉയർത്തിപ്പിടിക്കുന്ന ദൈവം തന്നെ ചില ഘട്ടങ്ങളിൽ വിശ്വാസത്തെ തള്ളിപ്പറയും. നമ്മൾ പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ദൈവം പറയും വിശ്വാസമല്ല എല്ലാം. അതറിയണമെങ്കിൽ 1 Corinthians 13:2 എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അതിശയങ്ങളൊക്കെ നടക്കും, ഒന്നുമല്ലെന്ന്. അതിശയം അത്ഭുതമൊക്കെ നടക്കും. കല്യാണം നടക്കും, ജോലി കിട്ടും, PR കിട്ടും, പെൻഷൻ കിട്ടും, വസ്തു വിൽക്കും, ജെട്ടിനോട് മാറും, എല്ലാം നടക്കും. പക്ഷെ ഒന്നുമല്ലെന്ന്. ഈ അതിശയങ്ങളൊക്കെ നടത്തിയാലും ആളിന് ദൈവത്തിന് മുമ്പിൽ വിലയൊന്നുമില്ല. അതെന്താ കാര്യം? ഈ 1 Corinthians 13:2 ഒന്ന് വായിച്ചേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അപ്പൊ ഈ ഒന്നുമല്ലാത്ത അവസ്ഥ ബിഗ് സീറോ ആയിട്ടിരിക്കും. വിശ്വാസമല്ല എല്ലാം. ഈ വിശ്വാസത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടത്തിയാലും ശരി, നിങ്ങൾ നാളെ കോടീശ്വരനായാലും ശരി, ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ബിഗ് സീറോയായി മാറും. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, കർത്താവേ ഞങ്ങളുടെ തിരുവീഥികളിൽ നീ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ ദിക്സാക്ഷികളായി കഴിഞ്ഞിട്ടും പറയും ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. 7:21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല. പറഞ്ഞേ, കർത്താവേ 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 എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ 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 ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യം, ഈ അടയാളങ്ങൾ കണ്ടാലും സാക്ഷ്യം പ്രവർത്തിച്ചാലും സാക്ഷ്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ചില സമയത്ത് ദൈവതിരുസന്നിധിയിൽ ദൈവം അറിയാത്ത ആൾക്കാരായിട്ട് മാറും. കാര്യം അത്ഭുതങ്ങളും അടയാളങ്ങളും ആധ്യാത്മികതയുടെ ഭാഗമല്ല. ശരിക്കും ആധ്യാത്മികതയുടെ ഒരു വരാൻ പോകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് വരും. ഇപ്പം കമ്മിങ് ലവ് ഓഫ് ഗോഡ്, ദ സൈൻ ഓഫ് കമ്മിങ് ലവ് ഓഫ് ഗോഡ്, നമ്മളിലേക്ക് ദൈവം വന്ന് ചേർന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു അറിവടയാളമായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ അതിൽ തന്നെ ദൈവമായിട്ടുള്ള ബന്ധമല്ല. ശരിക്കും ദൈവമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അനീതി പ്രവർത്തിക്കുന്നവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ. നീതിയും സ്നേഹവും തമ്മിലാണ് ബൈബിള് കണക്ട് ചെയ്യണത്. അനീതി പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ. കുറേ കാര്യങ്ങളൊക്കെ നടക്കാം, പക്ഷേ അതേസമയം നമ്മുടെ ഉള്ളിൽ ബേസിക്കായിട്ട് സ്നേഹം ഉണ്ടാകത്തില്ല. ഇതിങ്ങനെ ദുരന്തം പിടിച്ച ക്രിസ്ത്യാനി ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഉടമ്പടി. പല ആൾക്കാരുടെയും വിശ്വാസം പോയിരിക്കണേ എന്തുകൊണ്ടാണ്?
ഇപ്പം നമ്മൾ നീലത്തിരി കത്തിക്കുമ്പോൾ തന്നെ മരുമോൾ എന്താണ്ട് അപ്പുറത്തുനിന്ന് പറയണത്, ശവം നീലത്തിരി കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവളുടെ കാര്യമൊക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ പറയും. ഇവളുടെ കയ്യിരിപ്പ് ദൈവത്തിന് അറിയാവാ. ഈ ജന്മത്തി അക്കറെ 1000 തിരി കത്തിച്ചാൽ ഇവർ രക്ഷപ്പെടത്തില്ല എന്നാണ് അടുക്കള എന്നുകൊണ്ട് ചിലപ്പോൾ അമ്മ അല്ലെങ്കിൽ മരുമകളാ പറയണത് നിങ്ങളെക്കുറിച്ച്. എന്താ കാര്യം? നിങ്ങൾ ഏറ്റവും അറിയാവുന്നവരാരാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവരാണ്. ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അറിയാവുന്നവരാരാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവരാണ്. അപ്പം നിങ്ങൾ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ജയിക്കുമ്പോൾ മറ്റുള്ളവർക്കറിയാം എത്ര ഉടമ്പടിക്ക് പോയിട്ടും ഇത് പണ്ട് പാക്കനാർ ചുരക്കായും കൊണ്ട് കാശി പോയ പോലെ ഇരിക്കുമെന്ന്. കാശി കൊണ്ടുപോയി ഗംഗാനദിയുടെ തീരത്ത് പാക്കനാർ പോയ വഴിക്കെല്ലാം നമുക്കറിയാമല്ലോ പറയിച്ച് പെറ്റ പന്തിരികുലത്തിലെ ഒരാളാണ് ഉളിയന്നൂർ പെരുങ്ങുന്തച്ഛനും പിന്നെ പാക്കനാരും. പാക്കനാർ കാശിക്ക് പോയപ്പോൾ പെണ്ണുമ്പോൾ പറഞ്ഞ് മനുഷ്യനെ ഈ ചുരക്കായും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? വന്നതിനും പോയതിനും എല്ലാം പാക്കനാർ ഇവിടെ കഴുത്തിന് പിടിക്കും. അതാണ് പ്രശ്നം പെണ്ണുമ്പിള്ളയുടെ. അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ മാനസാന്തരം ഉണ്ടായി. പുള്ളിക്കാരൻ കാശിക്ക് പോവുകയാണ്. അപ്പോൾ പെണ്ണുമ്പിള്ള പറഞ്ഞ് ചുരക്കായും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അത് എന്തെങ്കിലും ഒരു നൈവേദ്യത്തിനായിരിക്കും വിചാരിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ കേട്ടാന്ന് പറഞ്ഞ് അവിടെ പൂജിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയി നമുക്ക് അറിവിച്ച് കഴിഞ്ഞാൽ എല്ലാ രോഗം മാറുമെന്ന് പെണ്ണുമ്പിള്ള പറഞ്ഞിരിക്കുക. അങ്ങനെ ചുരക്കായും കായുകൊണ്ട് പാക്കനാർ പോയിരിക്കുകയാണ് കാശിക്ക്. പോയ എല്ലാ വെച്ചമ്പലത്തിലും കുടുംബക്ഷേത്രങ്ങളിലും എല്ലാം പാക്കനാർ തൊഴുകയും ചെയ്യും. അവിടെയുള്ള കുളത്തിലെല്ലാം ഈ ചുരക്ക കഴുകുകയും ചെയ്യും. തിരിച്ച് കാശിക്ക് പോയി ഗംഗയിലും കൊണ്ട് സ്നാനം ചെയ്തപ്പോൾ പാക്കനാർ ചുരക്ക അവിടെ കഴുകി തിരിച്ച് കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്തേ നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ കുറവുണ്ടായിരുന്നു. പെണ്ണും വിളിച്ച് വെട്ടിക്കീറി കഴുകി വെട്ടി കൊത്തി എരിഞ്ഞ് കറിവെക്കുകയും ചെയ്ത്. പക്ഷേ ചുരക്കാക്ക് കയ്പ്പാണ് ഭയങ്കര. അപ്പോഴേ പാക്കനായ പറഞ്ഞ് നീ കറിവെച്ചിട്ട് പിന്നെ ചുരക്കാക്ക് കയ്പ്പാണല്ല. അപ്പോൾ പെണ്ണുമ്പിള്ള ചിരിച്ച് എന്താ കാര്യം? ഇതുപോലെ നിങ്ങളുടെ അവസ്ഥയെന്ന്. ഇതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന്. എത്ര തീർത്ഥസ്ഥലിൽ കഴുകിയിട്ടും നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. എത്ര ഉടമ്പടി എടുത്തിട്ടും നിങ്ങൾ പഴയ ആളാണ്. തെറ്റുകൾ ആവർത്തിക്കുന്നു എന്ന് പറയണത്. തെറ്റുകൾ ആവർത്തിക്കുന്നു. ആ പഴയ ജീവിതത്തിൻ്റെ കയ്പ്പ്, സ്വഭാവത്തിൻ്റെ കയ്പ്പ് മാറണില്ല, മധുരമാകണില്ല, സ്നേഹം വരണില്ല. കുറേ അടയാളം കാണുന്നു, കുറേ സാക്ഷ്യം പറയുന്നതല്ലാതെ ഹൃദയത്തിന് ആ സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും ആ കൈമാറ്റത്തിലേക്കും മറ്റുള്ളവരെ സന്ധിക്കുന്നതിലേക്കും ഒരു മധുരിതമയിലേക്ക് വരണില്ല. കയ്പ്പാണ് ഇപ്പോഴും ഇരിക്കണത്. പാക്കനാറിൻ്റെ ചുരക്ക പോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും നിങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാവോ? പണ്ട് കർത്താവ് ഒരു ചേടത്തിയോട് പറഞ്ഞ് എന്താ പറഞ്ഞത്? അപ്പോൾ ആ ചേടത്തി അത് അക്സെപ്റ്റ് ചെയ്തു. എന്താ പറഞ്ഞത്? മർക്കോസിൻ്റെ 27 അല്ലേ? കാനങ്കാരിയോട് കാനങ്കാരി പറഞ്ഞ് എൻ്റെ മകള് ഭയങ്കര അസുഖമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. പിശാച് ബാധിച്ചിരിക്കണമെന്ന് പറഞ്ഞു. മകള് അവളുടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചൊരു അത്ഭുതം കാണിക്കണം, എൻ്റെ മകളെ രക്ഷപ്പെടുത്തണമെന്ന് കർത്താവിനോട് ഈ കാനങ്കാരി പറയും. അപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? മർക്കോസ് 7:27. അവൻ പ്രതിവചിച്ചു. എന്താണ്? ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് മക്കളുടെ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അതാണ് ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. പൊതുവെ ഈ കമൻട്രി പുസ്തകങ്ങളിലൊക്കെ കിടക്കണ എന്താണെന്നറിയോ? മക്കളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരും പുറത്തുള്ള വിജാതീയരായിട്ടുള്ള ഇസ്രായേൽക്കാരല്ലാത്ത ആൾക്കാരാണ് നായ്ക്കളെന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണോ? മക്കളെന്ന് പറയുന്നത് നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരുമുണ്ട്, ലോകജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരുമുണ്ട്. ബൈബിളല്ലേ നമ്മൾ വ്യാഖ്യാനിക്കണത്, അല്ലാതെ അവിടുത്തെ ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷൻ സമുദായ സമവാക്യങ്ങളാണ് വ്യാഖ്യാനിക്കണത്. അല്ല, ബൈബിൾ എന്താ പറയണത്? ആരാണ് നായെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ബൈബിൾ പറയണത് ആരാണ്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ആരാണ് നായ? സുഭാഷിതം വായിച്ചേ. സുഭാഷിതം ഒരു 26:11 വായിച്ചേ. ആരാണ് നായ എന്ന് പറയുന്നുണ്ട് അവിടെ? സുഭാഷിതങ്ങൾ 26:11. ഭോഷത്വം ആവർത്തിക്കുന്നവൻ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ. പറഞ്ഞേ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. അതാണ് പ്രശ്നം.
തെറ്റുകൾ ആവർത്തിക്കുന്നവനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് അച്ഛൻ്റെ വ്യാഖ്യാനമല്ല, ഞാൻ ആ വ്യാഖ്യാനം എടുത്തത് പത്രോസിൽ നിന്നാണ് എടുത്തത്. 2 പത്രോസ് 2:20 നമ്മുടെ കർത്താവും പറഞ്ഞേ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെ കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു. അതാണ് സംഭവം. അതായത് നായ ഛർദ്ദിച്ചത് തന്നെ, ഇതേതാണ് നായ എന്ന് പറയണത്? ഈ ഛർദ്ദിച്ചത് തന്നെ പിന്നെ തിന്നുന്ന ഒരു സ്വഭാവമാണ് നായ്ക്കുള്ളത്. ഇത് തന്നെ തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആളിനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കൽ കർത്താവിൻ്റെ ഉടമ്പടിയിലൂടെ നീ വന്നു, സാക്ഷ്യങ്ങൾ പറഞ്ഞു, വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം വീണ്ടും അവയാൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്ത് നീ വീണ് പോയാൽ ആരാണ് നീ നായയാണ്. എന്താണ്? തെറ്റുകൾ ആവർത്തിക്കുന്നു. സുഭാഷിതം എന്താ പറയണത്? 26:11 ഫോഷൻ തെറ്റുകൾ ആവർത്തിക്കുന്നു, അവൻ ഛർദ്ദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണെന്ന്. അപ്പം നിങ്ങൾ വിട്ടുപേക്ഷിച്ച തെറ്റുകളെ, തിന്മകളെ ഉടമ്പടി കാലത്തിന് ശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിച്ചാൽ ദൈവതിരുസന്നിധിയിൽ ഛർദ്ദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണ്. ഛർദ്ദിച്ച് തിന്നുന്ന നായക്കുള്ള കുഴപ്പം എന്താണ്? മക്കളുടെ അപ്പം കിട്ടത്തില്ല. മക്കളുടെ അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവനാസാനം. മക്കളുടെ അപ്പത്തെക്കുറിച്ച് മാത്രം നമ്മൾ ബൈബിളിനോട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഞാൻ നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവന് അവൻ മരിക്കുകയില്ല. അതാ സംഭവം. മക്കളുടെ അപ്പം എന്ന് പറയുന്നത് എന്താണ്? നിത്യജീവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉടമ്പടിയുടെ ഒരു അത്ഭുതകാലം കഴിയുമ്പോൾ ആ വ്യക്തി ഉടമ്പടി വയറ്റിലേക്ക്, ഉടമ്പടി സിൽവർ ഗ്രേഡിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിനോടുള്ള മനുഷ്യനുള്ള സ്നേഹത്താൽ സ്വീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളം കാണാത്ത ദൈവത്തിന്റെ തിരുമനസ് നിങ്ങൾ അറിയാത്ത ഭക്ഷണം. യോഹന്നാൻ 4:32 അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അതായത് ഇന്ന് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരക്കാരിയുമായിട്ടുള്ള യേശുവിൻ്റെ അതായത് ഡിസ്കോഴ്സാണത്, സമരിയൻ ഡിസ്കോഴ്സ്. അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 12 പേരെയും. അപ്പോൾ ഇന്നലെ എൻ്റെ കപ്പേരസ് എന്നോട് പറയണേ, എൻ്റെ അച്ഛ ഈശോയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ വെളുപ്പിലിരുന്ന് കരഞ്ഞു പോയെന്ന്. ഞാൻ വിളിച്ചു എന്നാ പരിപാടി? അതല്ല അച്ഛാ, ആ സമരക്കാരിയെ വിശ്വാസത്തേക്ക് വിളിക്കാൻ വേണ്ടി ഈശോ 12 പേരെയും പറഞ്ഞു വിട്ടില്ലേ? ഒരാൾക്ക് എന്തിനാ ഭക്ഷണം മേടിക്കാൻ 12 പേരെയും പറഞ്ഞു വിട്ടത്? ഞാൻ തന്നെ വിളിച്ചു പോയി. കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവൻ വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് നിന്നൊരു കണ്ണീര് ചൊരിയുന്നു. ആരെക്കുറിച്ച് ഓർത്തിട്ടാ? മക്കളെക്കുറിച്ച് ഓർത്തിട്ടല്ല, ഭാര്യയെക്കുറിച്ച് ഓർത്തില്ല, കുടുംബത്തെക്കുറിച്ച് ഓർത്തില്ല, കർത്താവിനെക്കുറിച്ച് ഓർത്തിട്ട്. ഒരു വിശുദ്ധിയിലേക്കൊരു വ്യക്തിയെ വിളിക്കാൻ വേണ്ടി ആ മനുഷ്യൻ ചിന്തിച്ചപ്പോൾ പറയുന്നത്, അയാളോട് ഈശോ പറയുന്നത് ഞാൻ 12 പേരെയും പറഞ്ഞു വിട്ടായിരുന്നെന്ന്. എന്തിനാണ്? ഇവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അത് നാട്ടുകാരെ കേൾപ്പിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അവരോട് പറയേണ്ടതല്ലേ. അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ള കേൾക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് ഞാൻ അവളോട് പറഞ്ഞതാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണ് മകളെ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ അവളെ ഒരു കൗൺസിലിംഗ് കർത്താവ് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ.
അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ ചെയ്ത കാര്യങ്ങൾ തന്നോട് പറയാൻ വേണ്ടി മാത്രം ദൈവം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരുടെയും പ്രശ്നം അതാണ്. എന്താണ്? ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു അനുഭവമാണ് ശരിക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലായി ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലോകത്ത് 600 കോടി മനുഷ്യരുണ്ടെങ്കിലും ഞാൻ മാത്രമേ ഉള്ളെങ്കിലും എന്നെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ നന്മ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവം എത്രയോ വലിയവനാണ്. ആ ദൈവത്തെക്കുറിച്ച് സ്നേഹത്തെ ഓർക്കുമ്പോഴാണ് ശരിക്കും അനുതാപം ആരംഭിക്കുന്നത്. അനുതാപം ആരംഭിക്കുന്നത് ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഒരിക്കലും ഞങ്ങൾ പാപത്തെക്കുറിച്ച് ഇങ്ങനെ 1 2 3 4 എന്ന് പറയത്തില്ല. എന്താ പറയണം? ഞങ്ങൾ അനുതാപത്തെക്കുറിച്ച് പറയും. അനുതാപത്തെക്കുറിച്ച് എന്താ പറയണത്? അനുതാപം ഒരു പ്രോഡക്റ്റാണ്. എന്തിൻ്റെയാണ്? ദൈവസ്നേഹത്തിൻ്റെ പ്രോഡക്റ്റാണ്. നിങ്ങൾ പത്രം കൊടുക്കുമ്പോഴും കർത്താവേ എനിക്ക് കൊടുക്കാനേ പറയും. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഇത് കണ്ട് വായിക്കാൻ പറ്റണില്ല. പക്ഷെ മറ്റുള്ളവർ വായിക്കാൻ വേണ്ടി ഞാനിത് കൊടുക്കുമ്പോൾ എൻ്റെ പരാധീനത കൂടി അവരെ പരിഹരിച്ചിട്ട് അവർ വായിച്ചിട്ട് നിന്നെ അറിയാൻ ഇടയാക്കണേ. അങ്ങനെ ഉള്ളിൽ പ്രാർത്ഥനയോടുകൂടിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിക്കാം. സാക്ഷ്യങ്ങൾ പറയുന്നവരുടെ ദൈവസ്നേഹത്തിൽ നിലവാരം നിങ്ങൾ ശ്രദ്ധിക്കണം. വല്ലാത്ത നിലവാരമുള്ളവരാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യം പറയണത്. അങ്ങനെ വരുമ്പോൾ ദൈവസ്നേഹം മുന്തുന്ന അനുസരിച്ച് കൊണ്ട് അനുതാപം നിരന്തരമായിക്കൊണ്ടേയിരിക്കും. നിരന്തര അനുതാപം അത് പ്രോസസ്സാണ് മരണം വരെ. അതാണ് പത്രോസൊക്കെ ഹി വെൻറ്റ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി എന്നൊക്കെ പറയുമ്പോഴും ഗ്രീക്കുകാരൻ പറയും കാറ്റാഫിലയോൺ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. മരണം വരെ കരഞ്ഞൊരു മനുഷ്യനാണ് കർത്താവിൻ്റെ താക്കോല് കിട്ടിയ അധികാരം കിട്ടിയ ആൾ. അയാൾ പഠിച്ച ആളല്ല. അയാൾ മരണം വരെ കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അനുതാപത്തിലേക്ക് പത്രോസ് പോയിക്കൊണ്ടേയിരുന്നു. അനുതാപത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബഥനിയിലെ മറിയത്തിന് സംഭവിച്ചത്. മറിയം ദാഠ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. കാര്യം മറിയം യേശുവിൻ്റെ വലിയ ആളായിരുന്നല്ലോ. യേശു വീട്ടിൽ വന്നപ്പോൾ മാർത്ത ഭയങ്കര ബഹളമൊക്കെ കാണിച്ച് കർത്താവിന് വേണ്ടി ഭക്ഷണം ചെയ്യുമ്പോഴും മറിയം കർത്താവിൻ്റെ മുഖത്ത് നോക്കി കർത്താവിൻ്റെ വചനം കേട്ട് അവിടെ ഇങ്ങനെ സാഗൂതം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ഇൻറ്റിമസി ആയിരുന്നു. പക്ഷേ ആ വചനം കേൾക്കാൻ തന്നെ അവൾക്ക് ത്രില്ലടിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് അത് അവളിൽ നിന്ന് മാറ്റപ്പെടുക. വചനം കേൾക്കാനുള്ള അഭിനിവേശവും അഭിഷേകവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മാർത്ത ബഹളം ഉണ്ടാകുമ്പോൾ പറയും, കർത്താവ് പറയും, ഐ എം സോറി മാർത്ത, ഇവൾക്കിത് അഭിഷേകമായിട്ട് കിട്ടിയിരിക്കുന്ന വചനം അത് അവളിൽ നിന്ന് മാറ്റപ്പെടത്തില്ലെന്നാണ് തോന്നണമെന്ന് പറയും. അത് ദൈവം കൊടുത്തൊരു വരമാണ്. ദൈവം ആ വരം തിരിച്ചെടുത്താൽ മാത്രമേ അവൾ അടുക്കളയിൽ പോയി ജോലി ചെയ്യത്തുള്ളൂ. അപ്പോൾ ദൈവം ആ വരം തിരിച്ചെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് നീ നിൻ്റെ ജോലി തന്നെ പെട്ടെന്ന് കൂട്ടിയിട്ട് കറികളുടെ എണ്ണമൊക്കെ കുറച്ചിട്ട് നീയും വന്ന് എൻ്റെ കൂടെ ഇരിക്കും ഇവിടെ പോയി, അതാണ് എനിക്കിഷ്ടമെന്ന് ഈശോ പറയും. എന്ത് രസമാണ് ആ ഡിസ്കോഴ്സ് കേൾക്കാൻ, മനോഹരമാണ് ശരിക്കും. അപ്പം അത് ഞാനത് പറയാം. പക്ഷെ അതൊക്കെ നമ്മൾ പറയേണ്ടതേ ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയതിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മകളെ തനിച്ച് വിളിച്ചിട്ട് അവളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അവൾ ബേസിക്കായിട്ട് നല്ലവളാണെന്ന് തോന്നുകയാണ്. അതാണ് ഈ ബേസിക്കായിട്ട് നല്ലവനാകണമെന്ന് എപ്പോഴും നല്ലതാണ്. എന്നുവെച്ചാൽ ഒരു അവസരം വന്നാൽ ദൈവത്തിന് വേണ്ടി നാം ഒരു നിലപാടെടുക്കുന്നവരാണ് ബേസിക്കായിട്ട് നല്ലവർ. അപ്പം അങ്ങനെ അതുകൊണ്ട് അവരോട് അത് പറയുമ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് സംസാരം തീരണില്ല. കാര്യം ഇത് വലിയൊരു നീണ്ട കഥയാണല്ലോ. അപ്പോൾ 10 ദിവസം ഭക്ഷണം കൊണ്ട് വന്നിട്ട് അകലെ നിൽക്കുകയാണ് വെയിലത്ത്. ഞാൻ ആ കിണറ്റിൽ പോയിട്ടുള്ളതാണ്. കർത്താവ് ഇരുന്ന് സംസാരിച്ച കിണർ ഇപ്പോഴും ഉണ്ട് സമരയാക്കി. അവിടെ ഒരു അറബി മരം നിൽക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര മഞ്ഞ നിറവാണ്. അവിടെ വെള്ളമൊന്നുമില്ല, കിണറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളമില്ലാത്ത കാരണം മരുഭൂമി പോലുള്ള സ്ഥലമാണ് സമരിയയിൽ യാക്കോബിൻ്റെ കിണർ. അവിടെ ഇരുന്നാൽ ഞാൻ അവിടെ നിന്നപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കിണറിൻ്റെ അരികിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എന്ത് കഷ്ടമാണ്. ഒരു ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ കിണറ്റിൻ്റെ കരയിൽ 43 ഡിഗ്രി ചൂടാണ് അപ്പോൾ ഉള്ളത്. അപ്പൻ്റെ ടെമ്പറേച്ചർ 43 ഡിഗ്രിയാണ്. ആ ചൂടിൽ ഇവളെയും ഇവളോട് സംസാരിക്കാൻ നിൽക്കണം കർത്താവ്. എന്ന് വെച്ചാൽ അതുപോലെയുള്ള ജനലക്ഷങ്ങളാണ്, ഇനി കോടികളാണ് ഭൂമിയിലേക്ക് വരുന്നത്. അവർക്കെല്ലാം വേണ്ടിയുള്ള കർത്താവിൻ്റെ കരുതലും കാത്തു നിൽപ്പുമെന്ന് വെച്ചാൽ നമ്മളൊക്കെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. എന്നിട്ട് സംസാരം തീരാത്തപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പത്രോസ് പറയും, ഗുരു ഭക്ഷണം. അപ്പോൾ പത്രോസിനോട് ഈശോ പറയും, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറയും.
അപ്പോൾ 10 ദിവസം ഇത് സുവിശേഷം മനസ്സിലാകത്തില്ല. 10 ദിവസം ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മളെക്കാൾ നേരത്തെ ഭക്ഷണം കൊടുത്ത് കാണുമായിരിക്കും, അല്ലെങ്കിൽ ചേർത്ത് തന്നെ വന്ന് ഭക്ഷണം കൊടുത്ത് കാണുമായിരിക്കും. പക്ഷേ സംസാരം എല്ലാം പിരിഞ്ഞ് പോകുമ്പോൾ അവൾ പെട്ടെന്ന് നാട്ടിലിട്ട് പോയിട്ട് വലിയ സുവിശേഷ വേലയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും. അതിനുള്ളിൽ കർത്താവ് പറയും, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്താ എൻ്റെ ഇഷ്ടം? എൻ്റെ ഭക്ഷണം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ അടയാളങ്ങളില്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു നീല ഉടമ്പടിക്കാരും ചാര ഉടമ്പടിക്കാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അടയാളങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ആ ഒരു മച്ചൂരിലേക്ക് ഉടമ്പടി ചെല്ലുമ്പോഴേ ദൈവേഷ്ടം അന്നു വേണ്ട ആഹാരം ഡെയിലി ബ്രെഡായിട്ട് നമ്മളതിൽ കഴിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കും. അനുദിന ജീവിതത്തിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥൻ. ഇപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവം ബീന വിജയൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 10:51 മർക്കോസ് 10:51. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. യേശു ചോദിച്ചു, ഞാൻ നിനക്ക്, ഒരു അന്ധന് കാഴ്ച നൽകുന്ന സംഭവമാണ്. അന്ധനെ കാണുമ്പോൾ ഈശോ ചോദിക്കണത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ അവരെന്ത് പറയും? എനിക്ക് കാണണമെന്ന് പറയും. അപ്പം നമ്മൾക്ക് പെർട്ടിക്കുലറായിട്ട് ഇപ്പോൾ ബീന വിജയൻ എന്താ കർത്താവിനോട് ചോദിച്ചത്? എനിക്ക് ജോലി വേണം, പക്ഷെ ഞാൻ ടീച്ചറാണ്, എനിക്ക് രാവിലെ പോകണം, എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, വൈകുന്നേരം വരണം. അങ്ങനെ ഒരു നേഴ്സിന് ജോലി കിട്ടുക, പക്ഷേ എനിക്ക് ജോലി തരണം, എനിക്ക് കുഞ്ഞുങ്ങളെ പോറ്റണ്ടേ. അപ്പോൾ ഞാൻ എന്ത് 10:51 പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ത് പറഞ്ഞേ? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കണതല്ലേ, അത് നടക്കും. നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ, അത് 10:51 പ്രകാരം നടക്കും. ജപ്തി ആയാലും, സ്ഥലമില്ലെങ്കിലും, പ്രൊമോഷൻ വേണമെങ്കിലും, നിങ്ങളെ പിരിച്ചുവിട്ട കമ്പനി തിരിച്ചെടുക്കണമെങ്കിലും എല്ലാം നടക്കും. നിങ്ങൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യണം? നിങ്ങളെ ഉടമ്പടിയിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് നമുക്കൊരു അന്വേഷണമുണ്ട്. ഉടമ്പടി ഒരു അന്വേഷണമാണ്. എവിടെയാണ്, ഏത് മേഖലയിലാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും എനിക്ക് നിറവേറ്റിപ്പോകും. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും ദൈവവചന അനിർപേക്ഷണീയമായ ഒരു ജീവിത പുനഃക്രമീകരണവുമാണ് ഉടമ്പടി ആവശ്യപ്പെടുന്നത്. ഇതിനകത്ത് വരുമ്പോൾ ഒരു ഭാഗം കഴിയുമ്പോൾ, അടയാളങ്ങളുടെ ഒരു കാലം കഴിയുമ്പോൾ, നമുക്കറിയാമല്ലോ ബൈബിളിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും. ബൈബിള് ഒരു 15-ാം അധ്യായം പറയും. മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു 18 അധ്യായം ഉണ്ടെന്ന്, 16 അധ്യായമുണ്ട്. 16 അധ്യായം എന്ന് പറയുമ്പോൾ 8 അധ്യായം കഴിയുമ്പോൾ പിന്നെ അത്ഭുതങ്ങളില്ല. യോഹന്നാന്റെ സുവിശേഷം എത്ര ഉണ്ട്? 21 അധ്യായങ്ങളുണ്ട്. ആ ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങളില്ല. 11-ാം അധ്യായത്തിൽ വെച്ച് ക്ലോസ് ചെയ്യും, ഷഡ് ചെയ്യും. എല്ലാ അടയാളങ്ങളും ഷഡ് ചെയ്യും. ലുക്കാന്റെ സുവിശേഷത്തിൽ അത് തന്നെ സംഭവം. 24 അധ്യായങ്ങളുണ്ട്. 12 അധ്യായത്തിൽ വെച്ച് അടയാളങ്ങൾ ക്ലോസ് ചെയ്യും. അടയാളം ഒരു കാലമാണ്, ദൈവത്തിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നൊരു കാലമാണ്. പിന്നെ നമ്മൾ അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം ജീവിക്കും. നമ്മൾ അടയാളമില്ലെങ്കിലും അമ്മയോടൊപ്പം ജീവിക്കും. എന്താ കാര്യം? അടയാളമെന്ന് പറയണത് അന്നു വേണ്ട ആഹാരം പോലെയാണ്. എന്താണ്? അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ്. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്താണ് കാര്യം? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. ചില കാര്യങ്ങൾക്ക് അടയാളങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം അടയാളം കിട്ടുന്ന വെള്ളിയാണെങ്കിൽ അടയാളം കിട്ടാതെ തന്നെ നിലനിൽക്കുകയും അതേസമയം നീ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ദൈവഹിതമാകുകയും സ്വർണ്ണമാകുകയും ചെയ്യും. അതെന്താ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇന്നലെ ഒരു സാക്ഷ്യം, മെനയെന്നൊരു സാക്ഷ്യം. അവർക്ക് കുറേ 8 കൊല്ലമായിട്ട് മക്കളില്ല. മെനയെന്നത്തെ സാക്ഷ്യമാണ്. 8 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോൾ പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും ഈ ശാസ്ത്രീയമായ മേഖല നോക്കിയിട്ട് അവർക്ക് മക്കളില്ല. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ അന്ന് തന്നെ അവർ ആ ആഴ്ചത്തിന് അവർ പ്രഗ്നൻ്റ് ആകും. പക്ഷേ എത്രയാണ്? ആ 8 കൊല്ലത്തെ കുടിശ്ശിക അരിയറം തീർത്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരു കൊല്ലം ഒരു കൊച്ചിനെ പ്രസവിക്കണമെങ്കിൽ
അതിനെ വളർത്തി പാല് കൂടി മാറണമെങ്കിൽ എന്നെ 2.5 കൊല്ലം വേണമല്ലോ അല്ലേ? അപ്പോൾ 3 പിള്ളേർക്ക് എത്ര കൊല്ലം വേണം? 2.5 വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ 8 കൊല്ലം വേണം. അപ്പോൾ 8 കൊല്ലം പിള്ളേരില്ലായിരുന്നിട്ട് 8ാമത്തെ കൊല്ലം ഉടമ്പടി എടുത്തപ്പോൾ 3 പിള്ളേർ ഒരുമിച്ച് കൊടുക്കുക. അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഒറ്റ ആശുപത്രി കിടപ്പേ ഉള്ളതിൻ്റെ അത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ കൊച്ചിനും പോയി ആശുപത്രി കിടക്കണ്ടേ? 1 ലക്ഷമോ 1.5 ലക്ഷമോ നിങ്ങളുടെ സാമ്പത്തിക നിലവാരം പോലെ അപ്പോഴപ്പം മുടക്കണം. ഇത് ഒറ്റ ആശുപത്രി കിടപ്പം 3 പിള്ളേർ 8 കൊല്ലം ഒന്നിച്ചു തരാൻ ദൈവത്തിന് കഴിയും. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഈ സാക്ഷ്യം ആവർത്തിക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ 3 കുഞ്ഞുങ്ങൾ 12 കൊല്ലം മക്കളില്ല, 12ാമത്തെ കൊല്ലം 4 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പ്രസവിക്കും. ആ പഴയ സാക്ഷികൾ നോക്കിയാൽ മതി. എന്നുവെച്ചാൽ ഇത്രയും നാളുള്ള കുരിശുകയും അരിയറും ചേർത്ത് ഒരുമിച്ച് തരാൻ ദൈവത്തിന് കഴിയും. 4 ആശുപത്രി കിടപ്പും 4 പ്രസവ ലീവിന് പകരം ഒറ്റ പ്രസവ ലീവും ഒറ്റ ആശുപത്രി കിടപ്പും ഒറ്റ തവണ തീർപ്പാക്കും. കണ്ട് ഇത് ദൈവത്തിന് കഴിയണതാണ്. അതാണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യും. പക്ഷേ ഇതൊക്കെ ദൈവം ചെയ്യണത് കാര്യങ്ങളാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഒരു സംഭവമാണ്. അതായത് ദൈവം ഒറ്റത്തവണ തീർപ്പാക്കിയിട്ട് ഇത്രയും നാളിൽ നിൻ്റെ കണ്ണീരിനെല്ലാം ഒറ്റ ഉത്തരം തരും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സീരിയസ് ആണ് ഈ വിഷയത്തിൽ. ദൈവം ഇത്രയും നല്ലവനായിട്ടും ദൈവം ഇത്രയും കൃത്യമായിട്ടും ദൈവം അരിയറ് ചേർത്ത് കുടിശ്ശിക സഹിതം കൊടുക്കുമ്പോഴും ആ വ്യക്തിക്ക് ദൈവത്തിനേക്ക് നിനക്ക് 4 കുഞ്ഞുങ്ങളെ കിട്ടി. ഈ 4 കുഞ്ഞുങ്ങളും നീ വളർത്തി വഴിപിഴച്ചവളാക്കുകയാണെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ്? 4 ആത്മാക്കൾ ജന്മങ്ങൾ നിൻ്റെ കൈ കിട്ടി പാഴാകത്തില്ലേ? അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. മക്കളില്ലെന്നല്ല നീ പറയേണ്ടത് ദൈവത്തോട്. ഒരു കുഞ്ഞിനെ തന്നാൽ ഞാൻ ദൈവത്തിൻ്റെ മകനെ എൻ്റെ രക്തസാക്ഷിയായി നിന്നാലും ശരി, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞിനെപ്പോലെ വളർത്തുമെന്ന് നീ പറയണം. അത് പറയാൻ നീ തയ്യാറാണെങ്കിൽ നീ ഇങ്ങനെ മിഷ്യം പോലെ പ്രസവിക്കും. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിനെ എനിക്കറിയാം. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങൾ കണ്ടാണ് ഇവിടം വരെ എത്തിയത്. അത് ദൈവത്തിന് ഒന്നും പഞ്ഞമില്ല. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് 6:36 ലൂക്കാൻ്റെ സുവിശേഷം. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. പക്ഷെ നമ്മുടെ സ്വഭാവത്താണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം ദൈവസ്വഭാവത്തിലേക്ക് കൺവേർഷൻ സംഭവിക്കണം. ഇതിനാണ് നിരന്തര അനുതാപം എന്ന് പറയണത്. നിരന്തര അനുതാപം എന്ന് പറയുമ്പോൾ അമളി പറ്റിക്കഴിഞ്ഞാൽ സമ്മതിക്കാൻ അനുതാപം തുടങ്ങണത് സമ്മതിക്കാൻ ഇപ്പോൾ കാനംകാരിയോട് കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പോൾ അവളെന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് മൈ റൈറ്റ് മൈ ലോഡ്, ഐ ആം എ ഡോഗ്. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ തന്നെ വീണ്ടും അനുതാപമില്ലാതെ വീണ്ടും ഞാൻ നായി ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തന്നെ എന്ന് പറഞ്ഞാൽ ചെയ്ത് തെറ്റ് തന്നെ പിന്നെയും ചെയ്യുന്ന ആളാണ് ഞാനൊരു നായയാണ്. അതാണ് സംഭവം. അതായത് കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നായെ ഛർദ്ദിച്ചത് തന്നെ, അത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. നായ്ക്കളെന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്ത് തെറ്റ് തന്നെ തെറ്റാണെന്ന് തന്നിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും, അച്ഛനായാലും കപ്പനായാലും കർത്തനായാലും ആരായാലും, ഇനി കത്തോലിക്കനായാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും നായ തന്നെയാണ്. തെറ്റുകൾ ആവർത്തിക്കണമെങ്കിൽ അവൻ ഒരു നായയാണ്. അതൊക്കെ നായ ഛർദ്ദിച്ചത് തന്നെ. പിന്നെ ഇപ്പം അനുതാപം എന്ന് പറയുന്നത് തെറ്റുകൾ ആവർത്തിക്കാത്ത അവസ്ഥ കൂടിയാണ്. അനുതാപത്തിൻ്റെ ആരംഭം എവിടുന്നാണ് തുടങ്ങണത്? ആദ്യമേ തന്നെ അതിൻ്റെ ABCD എന്ന് പറയുന്നത് തെറ്റുകൾ ആവർത്തിക്കാത്ത അവസ്ഥ. കൃപാസനത്തിൽ പരിശുദ്ധ കുർബാന കൈമാറ്റം ചെയ്യുമ്പോൾ അതിക്ക് മുമ്പ് മനസ്താപനം ചെലുത്തിരിക്കും. എന്താ കാര്യം? മേലിൽ പാപം ചെയ്യില്ലെന്നും എന്നാ പറയണേ. അതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്താണ്? നമുക്കറിയാമല്ലോ, നല്ല കുമ്പസാരത്തിനുള്ള കാര്യങ്ങൾ ഒന്നെന്താണ്? മേലിൽ പാപം ചെയ്യാതിരിക്കുന്നതാണ്. അത് അക്രൈസ്തവനായാലും ക്രൈസ്തവനായാലും പഴയ തെറ്റുകൾ ആവർത്തിക്കത്തില്ലെന്ന് കർത്താവിനോട് പറഞ്ഞാൽ അന്ന് മുതൽ ഉടമ്പടി ഫയറാകാൻ തുടങ്ങും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നു വന്നാൽ പണ്ട് ചെയ്തു വന്നിരുന്ന പാപങ്ങളെ ആവർത്തിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ അവൾ പറഞ്ഞ ഇതാണ്, കർത്താവ് ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. ഞാനൊരു നായയാണ്, എനിക്കിന്ന് അവകാശമില്ല. ഞാൻ തെറ്റുകൾ തന്നെ വീണ്ടും ചെയ്ത തെറ്റുകൾ തന്നെ പിന്നെ ചെയ്യണതാണ്. പക്ഷേ ഇനി ഞാൻ ഞങ്ങൾക്ക് ഒരു അവകാശമുണ്ടല്ലോ നിൻ്റെ മുമ്പിൽ. അപ്പോൾ എല്ലാം സമ്മതിക്കും, തൻ്റെ അവസ്ഥകളെ സമ്മതിക്കും, അത് തിരിച്ചറിയും. ഇവിടുത്തെ പ്രോബ്ലം എന്താണ്?
നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കണമല്ലേ പ്രശ്നം. നമ്മൾക്ക് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്നല്ലേ എല്ലാവരും പറയണത്. അതാണ് കുഴപ്പം മുഴുവനും. ഉടമ്പടിയെ കുഴപ്പമെന്ന് പറയുന്ന ബോധ്യം. നാലാമത്തെ ബോധ്യം എന്താണ്? ഞാൻ ഓക്കെയാണ്. എന്നേക്കാൾ വിശുദ്ധനോ എന്നേക്കാൾ നല്ല മനുഷ്യനോ ലോകത്തില്ല. അപ്പം നമ്മളുടെ വശം നീതീകരിച്ചു കൊണ്ട് അവസാനം വരെ നമ്മൾ നിൽക്കും. എല്ലാവരുടെ സംസാരം, ഇൻക്ലൂഡിങ് മൈസെൽഫ്, എല്ലാവരുടെ സംസാരത്തിലും സ്വയം നീതീകരണം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ അനുതാപമില്ലാത്ത അവസ്ഥ തന്നെയാണ്. സ്വയം നീതീകരിക്കണം. പക്ഷേ നമ്മൾ ഓക്കെയാണ്, അവരാണ് കുഴപ്പക്കാരെന്നാണ്. നമ്മൾ ഓക്കെയാണ്, അവരാണ് കുഴപ്പക്കാർ. പക്ഷേ കാര്യം എന്താ പറയണത്? ഞാൻ ഓക്കെ അല്ല കർത്താവേ, അത് ശരിയാണ്, അങ്ങ് പറഞ്ഞ ശരിയാണ്. മറിയവും ഈ അനുതാപത്തിലേക്ക് ആ കാനങ്കാരി കടന്നു വന്നപ്പോഴാണ് മക്കളുടെ അപ്പം എടുത്ത് അവൾക്ക് കൊടുത്തത്. നിത്യജീവൻ ഉൾപ്പെടെയുള്ള ദൈവാനുഗ്രഹങ്ങളിലേക്ക് അവളെ കർത്താവ് തിരിച്ചു കൊണ്ടുവരികയാണ്. ദൈവത്തിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടയാളം. ഇപ്പോൾ എന്തുമാത്രം നോൺ ക്രിസ്ത്യൻസാണോ ഉടമ്പടി എടുക്കണത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന്? നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ സ്ഥലം വിൽക്കാനാണ് കർത്താവ് ഉയർപ്പിക്കപ്പെട്ടതെന്ന്? നിങ്ങൾ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഉത്ഥാനത്തിനും പങ്കാളികളായിട്ട് ഉടമ്പടിയിൽ നിന്ന് പങ്കുപറ്റുന്നുണ്ടെങ്കിൽ ദൈവിക ലക്ഷ്യമെന്താണ് തിരിച്ചറിയണം. എന്താണ് കാര്യം? നിത്യതയാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, നിത്യത വരെ അങ്ങനെ കൊണ്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുക, കർത്താവേ അനുതാപത്തിന്റെ നീണ്ട സമയ സഞ്ചാരങ്ങളിലെ നിത്യത വരെ ജീവിക്കുവാൻ അങ്ങയോടൊപ്പം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. അപ്പൊ അതായത് അനുതാപത്തിലേക്കുള്ള ആത്മീയ സഞ്ചാരമാണ് ഉടമ്പടിയുടെ വളർച്ച എന്ന് പറയണത്. അപ്പോഴത് നമുക്ക് ചില വിഷയങ്ങൾക്ക് അഭിഷേകം കിട്ടാം. ചില വിഷയങ്ങൾ നമ്മൾ അത് ഇല്ലാതിരുന്ന കാലത്തേക്കാൾ ഇല്ലാത്ത കാലത്ത് ഉള്ളതിനേക്കാൾ മെച്ചമായ ആന്തരികമായ സന്തോഷം ലഭിക്കും. ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ കാണാത്ത നിധികളുള്ള സ്ഥലമാണ്. ക്രിസ്തീയ ആധ്യാത്മികത ഈശോ നിധി എന്നാണ് വിളിക്കുന്നത്, ട്രഷർ. അത് ഗോപനം ചെയ്താൽ, അത് കണ്ടെത്തിയാൽ പിന്നെ അത് ഗോപനം ചെയ്യണം, മറച്ചു വെക്കണം, പോയി തനിക്കുള്ളത് വിൽക്കണം, ആ നിധി വാങ്ങണമെന്ന് ഈശോ 13 മത്തായി 13 പറയണത്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പോൾ തന്നെ ഉദാഹരണം, ഇപ്പോൾ കാര്യം എന്താ സംഭവിക്കുന്നത്? അയാൾ പറഞ്ഞു, ദാറ്റ് ഈസ് റൈറ്റ് മൈ ലോർഡ്, അത് ശരിയാണെന്ന് പറഞ്ഞു. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അത് തെറ്റാണെന്നാണ് എല്ലാവരും പറയണത്. അങ്ങനെയല്ല, ഞാൻ ശരിയാണ്, കർത്താവാണ് തെറ്റെന്ന് പറയും. കാര്യം എന്താ പറയണത്? ഞാൻ തെറ്റാണ്, അങ്ങ് ശരിയാണ്. ദൈവത്തിൻ്റെ വചനം ശരിയാണെന്ന് പറയണത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം നടപ്പിൽ വരുത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം ശരിയാണെന്ന് പറയണം, അല്ലാതെ വായിക്കുമ്പോഴല്ല. വായിക്കുമ്പോൾ ശ്രദ്ധിച്ചേക്കണം. ഉടമ്പടി നിങ്ങൾ വന്ന് എടുത്തെങ്കിൽ അതിൻ്റെ അരമണിക്കൂർ വചനം വായിക്കാൻ വേണ്ടി നിയമമുള്ളതാണ്. നിങ്ങൾ വചനം വായിക്കാതെ ഉടമ്പടി ഉപ്പ് അടിച്ച് മാറ്റിക്കൊണ്ട് ഇവിടുന്ന് 4 കാലം വീണ് ഓടിയാൽ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. ഇവിടുന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യാൻ പറ്റാത്തവർ ഉടമ്പടി എടുക്കരുത്. അത് ദൈവത്തെ പറ്റിക്കാൻ വേണ്ടിയും വയറ്റിപ്പഴപ്പിന് വേണ്ടി വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആരെടുത്താലും ആരെടുത്താലും ഉടമ്പടി അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും വചനം വായിച്ചിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയണത് 5 മിനിറ്റ് ഇടപെട്ട്, ഇപ്പോൾ 5 മിനിറ്റ് വായിച്ചാൽ പിന്നെ വൈകുന്നേരം 5 മിനിറ്റ് വായിച്ച് കിടക്കാൻ നേരത്ത് 5 മിനിറ്റ് വായിച്ച് അങ്ങനെ വായിക്കാം. ഒറ്റയടിക്ക് വായിക്കണമെന്നില്ല നിങ്ങളുടെ സമയം, പക്ഷേ വചനം വായിച്ചിരിക്കണം. അത് എക്സോർവായി ആരുടമ്പടി എടുത്താലും ഞങ്ങൾക്കത് ബാധകമല്ലെന്നൊരു കാര്യമില്ല. ഉടമ്പടി നിങ്ങൾക്ക് ബാധകമാകണമെങ്കിൽ ഉടമ്പടിയിലുള്ള പറഞ്ഞിരിക്കുന്ന എല്ലാ നിബന്ധനകളും നിങ്ങൾക്ക് ബാധകമാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടി നിയമങ്ങള് നിബന്ധനകള് പൂർണ്ണമായും നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അതിന്റെ പൂർണ്ണതയിലേക്ക് വരികയാണ്. വീണ്ടും പറയുന്നത് ഇവിടെ എന്ത് സംഭവം? കാനംകാരി അത് ശരിയാണെന്ന് പറഞ്ഞു. അവിടെയാണ് അനുതാപം. നീ പറഞ്ഞത് ശരിയാണെന്ന് പറയണത്. നമ്മുടെ ജീവിതമല്ല ശരി, കർത്താവിൻ്റെ വചനമാണ് ശരി. ഇനി കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം പുനഃക്രമീകരിക്കുമെന്നാണ് കാനംകാരി പറഞ്ഞത്. അപ്പോൾ അവളുടെ മകൾ സുഖം പ്രാപിച്ചു.
അടയാളങ്ങൾ ദൈവം നൽകണത് ദൈവവചനം ശരിയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ വചനം നിറവേറ്റിക്കൊണ്ട് സാക്ഷ്യം പറയും, സാക്ഷ്യപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് ദൈവം അത് ശരിയായിട്ട് അംഗീകരിക്കണത്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബഥനിയയിലെ മറിയം ചെയ്യണത്. ബഥനിയയിലെ മറിയത്തിന് ഒരു തെറ്റ് പറ്റി. എന്താ തെറ്റ് പറ്റുക? അവൾ കർത്താവിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വചനം ചുമ്മാ കേട്ടോണ്ടിരിക്കണതാണ് കാര്യമെന്നാണ് അവൾ വിചാരിച്ചത്. വലിയ ആനക്കാര്യമായിരിക്കും വചനം വായിച്ചുകൊണ്ടിരിക്കണതും കേട്ടുകൊണ്ടിരിക്കണതും. പക്ഷെ മാർത്ത അവളുടെ ചേർത്ത് മാർത്തായ്ക്ക് വചനത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അത് നിയമപരമായിട്ട് അവൾ ജീവിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്. പക്ഷെ അവൾ പറയണത് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണതാണ് വലിയ കാര്യമെന്നാണ് അവൾ പറയണത്. ഇത് രണ്ട് എക്സ്ട്രീമാണെന്നാണ് ഈശോ പറയണത്. ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം, വചനം നിറവേറ്റുകയും ചെയ്യണം, വചനം വായിക്കുകയും ചെയ്യണം, വചനം കേൾക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് നീയും വന്ന് വചനം കേൾക്കാൻ പറയണത്. പക്ഷേ എന്നാ പറ്റി? ഒരു ഇഷ്യൂ ആ കുടുംബത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ തൂണും തുണയുമായി നിന്ന ലാസർ അവരുടെ ആങ്ങളെ തന്നെ രോഗിയായി നോക്കുമ്പോൾ എന്താ പറ്റി? അടുത്തിരുന്ന മറിയം പറയും രോഗിയായതുകൊണ്ട് അവർ ആദ്യം ഈ ലാസറിന് രോഗം വന്നിട്ട് മറിയം മൈൻഡ് ചെയ്യില്ല. എന്താ കാര്യം? ആണും തൂണും തടിയും തൻ്റെടിയുമായിട്ട് നിൽക്കുന്നത് ആരാണ്? ദൈവം അവിടെ കൂടെ ഉണ്ട്, ഈശോ ഉണ്ട്. കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയും കടൽ വീഞ്ഞാക്കിയും നടന്നവൻ. അങ്ങനെ ഒത്തിരി ബയോഡേറ്റ ഉള്ള ക്രിസ്തു അവളുടെ ഒരു കുടുംബ സുഹൃത്തിനെ പോലെ ഉണ്ട്. ദൈവമായിട്ട് ആവശ്യമില്ലാത്ത സ്വകാര്യ ബന്ധം ചില ആൾക്കാരുണ്ടാക്കും. കർത്താവിൻ്റെ പ്രാണനാണ്, സുഹൃത്താണ്, മണ്ണാങ്കട്ടിൻ്റെ ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് 2 പെങ്ങന്മാരുണ്ടായിരുന്നു, ഒന്ന് മാർത്ത ഒന്ന് മറിയം. മറിയം പറഞ്ഞു കർത്താവിൻ്റെ ഫ്രണ്ടാണെന്ന്. കർത്താവ് പറഞ്ഞു ഒട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരു ഫ്രണ്ടുമില്ല, അങ്ങനെ റിലേഷൻ ഇല്ലെന്ന് പറയും. എന്താ കാര്യം? ദൈവമായിട്ട് നമുക്കൊരു മാനുഷികമായ ഫ്രണ്ട്ഷിപ്പല്ല ഉള്ളത്. ദൈവവും ദൈവത്തിന് മക്കളും എന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമുക്കുള്ളത്. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ സമയത്തുണ്ടായിരുന്ന വിഷയം എന്ന് പറയണത്, ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി, നമ്മളത് എപ്പോഴും അണ്ടർ ടെസ്റ്റിംഗ് ആണ്. നീ ദൈവത്തിൻ്റെ എന്ത് റിലേഷൻ്റെ നിലവാരത്തിലാണെങ്കിലും ദൈവം പറയും എനിക്ക് ടെസ്റ്റ്, നീ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ ടെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറയും. അങ്ങനെ ലാസറിന് പണി കൊടുക്കണത്. ലാസർ ചത്ത് മലക്കും. അപ്പോൾ ഇവിടെ നിലവിട്ട് പോകും. ആരുമില്ലല്ലോ ഇപ്പം. കർത്താവിന് വേണ്ടി ആഹാരം ചെയ്താണ് ഇവർ 1 വർഷം മുഴുവനും. കർത്താവിനെ കൊണ്ടിരുന്ന് വചനം പങ്കുവെച്ചതാണ് മറിയാം. ഒരു കഥയുമില്ല, കർത്താവില്ല, ആരുമില്ല. ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കൊണ്ടുവരാൻ, ആര് വരാൻ, ചത്ത് ചീഞ്ഞ് അടക്കി തീർന്ന്. എന്നിട്ടില്ല, അവസാനം ഇവരെല്ലാം ഡൗണായി. പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? കർത്താവ് വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ ഇരുന്ന് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമുക്കൊരാവശ്യമില്ല ഉള്ളപ്പോൾ ആരുമില്ലല്ലോ. അതാ നമുക്കൊരാവശ്യമുള്ളപ്പോൾ ആരുമില്ലല്ലോ. അതായത് എപ്പോഴും ടെസ്റ്റിംഗ് ടൈം എപ്പോഴും നിൽക്കാൻ മനസ്സിലാക്കണം. കർത്താവുമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്തു, നമ്മൾ എന്ത് കർത്താവുമായിട്ട് ബന്ധമാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഫുൾ ടൈം കോൺസെൻട്രേറ്റഡാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഒരു ടൈം പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണത്. കർത്താവിന് മുമ്പിൽ എനിക്ക് തന്നൊരു ദാനമാണ്. ഒരു ടൈം പോലും ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല, വേസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. എല്ലാം സുവിശേഷത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും സാംസ്കാരിക കലാവിധങ്ങൾക്ക് വേണ്ടിയും സഭയോട് ബന്ധപ്പെട്ട സമൂഹത്തിന് വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. ഇപ്പോഴും അങ്ങനെയാണ്, ഒരു സമയം കളയത്തില്ല. പക്ഷേ എനിക്ക് ഇത്രയും കൃത്യമായിട്ട് സുവിശേഷ വേലയായിട്ട് ജീവിച്ചിട്ടും എനിക്ക് എന്തെല്ലാം പ്രോബ്ലംസാണ് ഉള്ളത്. എനിക്ക് ന്യായമായി ദൈവം തരേണ്ട ഒരു കാര്യം തന്നിട്ടില്ല. ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്, അതിന് എന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ സന്തോഷമായി. ഇപ്പം നിങ്ങൾ ദൈവത്തിന് വേണ്ടി തന്ന കാര്യമാണ് ഉടമ്പടി, ദൈവത്തിന് വേണ്ടി തന്ന കാര്യമാണ് നിങ്ങൾ, അത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലും ആരോഗ്യത്തോടെ ചെയ്യാൻ വേണ്ടി ദൈവം അനുവദിച്ചിട്ടില്ല. എന്താ കാര്യം? ഒരു കൈ കർത്താവിനെ പിടിച്ചുകൊണ്ടേ നടക്കാൻ പറ്റത്തുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്നോട് കാണിക്കാത്ത കാരുണ്യം നിങ്ങളോട് കാണിക്കുമോ? എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, കാണിക്കാൻ പറ്റില്ലെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഇതൊരു മനസ്സിലാക്കേണ്ട സത്യമാണ്. നമ്മൾ ദൈവത്തിൽ അടുക്കുമ്പോൾ ആൾക്കാർ ദൈവത്തിൽ അടുക്കണത് എന്താണ്? നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകരുത്, അത് വേണ്ടിയാണ് ദൈവത്തിൽ എടുക്കുന്നത്. നാളെ പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ പട്ടി കടിക്കരുത്, അതിനാണ് കുടുംബപ്രാർത്ഥന നടത്തും. എന്താ കുടുംബപ്രാർത്ഥന? അല്ലെങ്കിൽ വല്ല അബദ്ധം ഉണ്ടാകും, വല്ല അപകടം ഉണ്ടാകും. അപ്പോൾ ഈ പേടിച്ചിട്ടാണ് കുടുംബപ്രാർത്ഥന നടത്തുന്നത്, അല്ല ദൈവത്തെ സ്നേഹിച്ചിട്ടല്ല. പല അണ്ണന്മാരും പള്ളിയിൽ പോണതും പല അണ്ണന്മാരും കുടുംബപ്രാർത്ഥന നടത്തേണ്ട കാര്യം എന്താണ്? നമുക്ക് പണി കിട്ടല്ലേ കർത്താവേ, നമുക്ക് പണി തരുന്നത് കേട്ടോ, പണി തരാതിരിക്കാൻ വേണ്ടിയാണേ. അത് ദൈവത്തിന് അറിയാം. അത് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യണത്. അങ്ങനെയല്ല, ദൈവത്തിനെ സ്നേഹിച്ചിട്ട് ചെയ്യണതിലേക്ക് നീ ഒരു ടെസ്റ്റ് തരും.
അപ്പം ടെസ്റ്റ് തന്നപ്പോൾ എന്ത് പറ്റി? ടെസ്റ്റിൽ മറിയാൻ തോറ്റു. മാർത്ത, വചനം കേൾക്കാത്ത മാർത്ത അപ്പഴും പിടിച്ചു നിന്ന്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ചീഞ്ഞപ്പോൾ ആൾ വന്നിട്ടുണ്ട്, കർത്താവ് വന്നിട്ടുണ്ട്. ചീഞ്ഞ ആൾ ആ കുഴിമാടത്തിന് പുറത്ത് വരെ മണമാണ്. അടുക്കലെന്നാണ് ശിഷ്യന്മാർ പറയണത്. ഇപ്പം കർത്താവ് അവിടെ വന്ന് നിൽക്കണമെന്ന് കണ്ടപ്പോൾ മറിയാൻ പറഞ്ഞു, വരിയെ പോവുകയും ചെയ്യട്ടെ, നമുക്കെന്താണ്, വരിയെ പോവുകയും ചെയ്യട്ടെ, നമുക്കെന്താണ്. കാര്യം നമുക്ക് വരാനുള്ളതിനെല്ലാം വന്ന്, വരാനുള്ള വഴി തങ്ങുക, പോകാനുള്ളവൻ പോയി. ഇനിയിപ്പോൾ ആര് വന്നിട്ട് എന്ത് കാര്യം, പോയിട്ട് എന്ത് കാര്യം? മറിയം പോയില്ല, മറിയം തോറ്റു ആ പരീക്ഷയ്ക്ക്. മാർത്തായാണ് ഇടിച്ചതിൽ കയറണത്. മാർത്തായ അതിന് അവിടെ ചെന്നിട്ട് പറയുവേ, എന്താണ്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഒരു വചനം കേൾക്കാത്ത പാർട്ടിയാണ്, പക്ഷേ വിശ്വാസ ജീവിതം കറക്റ്റാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. പക്ഷേ നീ ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം നിനക്ക് നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം. അതാണ് മാർത്തയുടെ വിശ്വാസം. വല്ലാത്ത വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോമോളനോട് പറഞ്ഞ്, ഇവളെ പഠിപ്പിച്ച ആരോ ഉണ്ടാക്കി വിളിച്ച് പറഞ്ഞ്, ഗ്രീക്കിൽ എഴുതിയിരിക്കണത് കർത്താവേ നീ ലോകത്തിലേക്ക് വരുന്ന മിശിഹായെന്ന് ഞാൻ പണ്ട് വിശ്വസിച്ചിരുന്നെന്നാണ്, ഇപ്പം വിശ്വസിക്കണില്ലെന്നാണ് പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, നീ ചെന്ന് ആ മരമണ്ടനോട് ചോദിക്കുക, എന്താ ചോദിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ബൈബിള് അതിനനുസരിച്ച് തിരുത്തുക? ബൈബിളിൽ ഒരു കാര്യം എഴുതിയിട്ട് ഇവന്മാർ വേറെ കാര്യം പഠിപ്പിക്കുമ്പോൾ ഇവന്മാർ ദൈവത്തിനെതിരെ സംസാരിക്കുകയല്ലേ? വിശ്വാസത്തിനെതിരെ ഇവരുടെ അക്കാഡമിക് ജാട കാരണം ആധ്യാത്മിക തകർച്ച ഉണ്ടാക്കുകയല്ലേ? ഇവരാർക്കും ഉത്തരവാദിത്തം കൊടുത്തത്? ഞാൻ ഇവിടെ ശരിക്കും പൂശി. എന്താ കാര്യം വെച്ചാൽ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിക്കുന്നത് നമുക്ക് വ്യക്തിപരമായ വ്യാഖ്യാനത്തിനുള്ളതല്ലത്. മർക്കോസ് എന്താ പറഞ്ഞത്? മാർത്ത എന്താ പറഞ്ഞത്? കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം? നീ ദൈവത്തോട് ചോദിക്കണത് അത് നിങ്ങൾ പറയണം. നീ എന്ത് തകർന്നാലും തരിപ്പണമായാലും പറയണം. മാർത്തായെപ്പോലെ പറയണം. നീ ദൈവത്തോട് ചോദിക്കണത് എന്തും നീ ദൈവത്തോട് ചോദിക്കണത് ഇപ്പോഴും നിനക്ക് തരുമെന്ന് എനിക്കറിയാവുന്ന. അപ്പോഴ് ഈശോ പറയും, ഈ വിശ്വാസം ഈ ക്രൈസിസ് ടൈമിൽ എല്ലാം തീർന്ന് തല്ലിപ്പെരക്കി വാടക വീട്ടിൽ നിന്ന് അവർ നമ്മളെ ചവിട്ടി ഇറക്കി നമുക്കെതിരെ കേസുമായി. അപ്പോഴും പറയും, കർത്താവേ നീ ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് ഇപ്പോഴും എനിക്കറിയാം എന്ന് നമ്മൾ പറയാം. 100,000 അനുഭവങ്ങൾ, ജനകോടികളും ജന്മാന്തരങ്ങളും അവരുടെ യേശുക്രിസ്തുവിനെ അവർ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മനുഷ്യന് മറക്കാനാവാത്ത, ഒരിക്കലും ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തിന് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത പല ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാർത്തായെപ്പോലെ ദൈവപൈതലിനെ പറയാൻ കഴിയണം, എന്താണ്, നീ എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ തകർന്ന് തരിപ്പണമായി, ഐ ആം റെഡ്യൂസ്ഡ് ഇൻടു 0-. പക്ഷേ ദൈവത്തോട് നീ ചോദിക്കണത് എന്തും ഇപ്പോഴും നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അതാണ് വിശ്വാസം. അപ്പോഴും സംസാരിക്കും കർത്താവ്, എന്താണ്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യെസ്. അപ്പോൾ പറഞ്ഞു, യെസ് മൈ ലോർഡ്, യെസ് അവൻ ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെയാണ്? അവൾ പറഞ്ഞ കാറ്റഗിസത്തിൽ അവൾക്കറിയാം, എന്താണ്, അന്തിമ നാളിൽ പുനരുദ്ധാനഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പം അവൻ ഉയർപ്പിച്ചറിയുന്നല്ല മാർത്ത പറയണത്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നിത്യജീവന് വേണ്ടി വിശ്വസിക്കുന്നുവെന്ന്. അപ്പോൾ ഈശോ പറയും, മാർത്ത, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനം, നീ ഇത് വിശ്വസിക്കുന്നു? യെസ് മൈ ലോർഡ്. അപ്പോൾ അവൾ പറയും, യെസ് മൈ ലോർഡ്. ഈ ശവത്തിൻ്റെ നാറിയ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ ശവക്കാറ്റടിക്കുമ്പോൾ അവൾ പറയും, യെസ് മൈ ലോർഡ്, യെസ് മൈ ലോർഡ്, നീ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈശോ കൈ ഉയർത്തി, ലാസറസ് കം ഔട്ട്. അവൻ കൈ ഉയർത്തിക്കൊണ്ട് പറയും, ലാസറേ പുറത്തു വരാൻ. ഈ വിശ്വാസത്തിന് മുമ്പിൽ നീ അകത്ത് നിന്നിട്ട് എനിക്ക് കാര്യമില്ലെന്ന് പറയും. നിന്നെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് അവൾ വിശ്വസിക്കുന്നു, ഇപ്പോഴും അവൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ പുറത്ത് വരണം. ദൈവവേദനേ, നീ തകർന്ന് തരിപ്പണമായാലും പരാജയത്തിൻ്റെ ഹവമാണത്തിൽ നീ അടക്കപ്പെട്ടിട്ട് നിന്നെ ചീഞ്ഞ മണം പുറത്ത് വന്നാലും അപ്പോഴും നീ യേശു കർത്താവാണെന്ന് വിശ്വസിച്ചാൽ നിന്നെ കർത്താവ് മൃതത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലാസർ ഉയർപ്പിക്കപ്പെട്ടൊരു അടയാളം കണ്ടപ്പോഴേ തകർന്നു പോയത് മറിയമാണ്. മറിയം കണ്ണുനീരോടെ ഇരിക്കുക.
കാര്യം അവളെ വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഈ മഹാത്ഭുതം കാണാൻ വേണ്ടി കർത്താവ് ആളെ വിട്ട് അവളെ വിളിച്ചതാണ്. വന്നില്ല അവൾ. കർത്താവിനറിയാം ഈ മരണം, ഈ രോഗം മരണകാരണമല്ല, മറിച്ച് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാനാണ്. ആ വചനം കേട്ട വഷളിനെ കർത്താവ് ആളേച്ച് വിളിപ്പിച്ചതാണ്. അവൾ വന്നില്ല. അപ്പോൾ അവൾ എന്ത് കഠിനമുള്ള സംഭവമാണത്. പക്ഷെ ആ പാവപ്പെട്ട വചനം കേൾക്കാത്ത മാർത്ത വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് അവളെ വിളിപ്പിച്ചിട്ടാണ് അവളോട് ഇത് സംസാരിച്ചു. എന്നിട്ടാണ് കർത്താവ് ഉയർപ്പിച്ചത്. പക്ഷെ അതല്ല എൻ്റെ വിഷയം. അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അവളും കണ്ടില്ലേ കർത്താവ്, അവളും പറഞ്ഞത് തന്നെയാണ്, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. എല്ലാവരുടെയും പ്രശ്നം അതാണല്ല, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലെന്ന്. നീ ഉണ്ടായിരുന്നില്ല, അങ്ങനെ സംഭവിച്ചു. എന്നാലും സുവിശേഷം നിൻ്റെ വീണ്ടെടുപ്പിന് ഒരു വാതിൽ തുറന്നിടുന്നുണ്ട്. അതാ സംഭവം. നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. ശരി, സംഭവിച്ചു. നീ ഇല്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാന വാക്കല്ല. നിൻ്റെ വീണ്ടെടുപ്പിന് ദൈവം ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഐ ആം ദ ഡോർ. അതാണ് കർത്താവ് പറഞ്ഞു, ഞാനാണ് വാതിലെന്ന്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഈ കാഴ്ച കണ്ടിട്ട് തോറ്റുപോയില്ല കർത്താവേ. അന്ന് മുതൽ അവളെ പിച്ചും പെയ്യുമ്പോൾ കർത്താവെ തോറ്റുപോയി കർത്താവെ. മറിയത്തിൻ്റെ അനുതാപം തുടങ്ങണം അവിടെ നിന്ന് മുതലാണ്. എല്ലാം കഴിഞ്ഞിട്ടും കർത്താവ് അവൾ വരാതിരുന്നിട്ടും പിന്നെ അവളെ വിളിച്ചില്ലേ. അതിന് മുമ്പിൽ, ആ സ്നേഹത്തിന് മുമ്പിൽ ഇവളെ തോറ്റുപോകുക തന്നെയല്ല, കർത്താവ് ആരാണെന്ന് അവൾ കാണുകയും ചെയ്യും. അപ്പോൾ അവൾ എപ്പോഴും പറയും, തോറ്റുപോയി കർത്താവെ, തോറ്റുപോയി, നിൻ്റെ സ്നേഹത്തിന് മുമ്പ് ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് അവളത്, ആ അനുതാപമാണ് ബെഥനിയിലെ മറിയം പിന്നെ ലാസറിൻ്റെ വീട്ടിലെ കർത്താവിനെ വിളിക്കാൻ കാരണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വീണ്ടും പഴയതുപോലെ ലാസറുണ്ടാകും, മാർത്തായുണ്ടാകും, മറിയം ഉണ്ടാകും. യേശുവിനെ വിളിക്കുമ്പോൾ അന്ന് വരെ ചെയ്യാത്തൊരു കാര്യം മറിയം ചെയ്യും. എന്താണ് ചെയ്യണത്? തോറ്റുപോയി കർത്താവേ, നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ തോറ്റുപോയെന്ന് പറയാൻ വേണ്ടി ഒരു കുപ്പി നാർദിൻ സുഗന്ധം എടുത്തിട്ട് അവൻ്റെ കാലെ പൂശിക്കൊണ്ടിരിക്കും. അത് അവളുടെ അനുതാപമാണത്. ഒരിക്കൽ യെസ് മൈ ലോർഡ്, യു ആർ റൈറ്റ്. അതാണ് അനുതാപം. അതേ കർത്താവേ, കനങ്കാരി പറഞ്ഞില്ലേ, യെസ് മൈ ലോർഡ്, യു ആർ റൈറ്റ്. ഇപ്പോഴും മറിയം പറയുന്നത് എന്താണ്? യെസ് മൈ ലോർഡ്, യു ആർ റൈറ്റ്. ക്രിസ്തു എപ്പോഴും സത്യമായിട്ട് നിൽക്കും. ഏത് തകർച്ചകളിലൂടെ നീ കടന്നു പോയാലും നിന്നെ വീണ്ടെടുക്കാൻ, അവസാനത്തെ വാതിൽ തുറക്കാൻ വേണ്ടി ക്രിസ്തു വരും. അപ്പോഴും നീ ഇടയ്ക്ക് കർത്താവിനെ തള്ളിപ്പറയരുത്. കാര്യം അനുതാപം എന്ന് പറയണത് നിരന്തരമായ ക്രിസ്തുവിനെ എല്ലാ സാഹചര്യങ്ങളിലും അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നിത്യതയിലേക്കുള്ള യാത്രയാണ്. ഇത് കണ്ടപ്പോൾ വാട്ട് വേസ്റ്റ് അയാൾ കിടന്ന് കാറി. ആരെയാണ്? യൂദാസ്. എന്താ വാട്ട് വേസ്റ്റ്? ഇത് 300 ദനാറയില്ലേ, ഒരു വർഷത്തെ മുഴുവൻ കൂലിയാണ്. ഇത് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പാടില്ല ഞാൻ ചോദിക്കും. അങ്ങനെ ചോദിക്കണവരില്ലേ? ബൈബിൾ പഠിക്കുന്നവർ ധ്യാനകേന്ദ്രങ്ങൾക്ക് പകരം വീട് വെച്ച് കൊടുക്കാൻ പറയുന്ന ആൾക്കാരില്ലേ? എല്ലാ കാലത്തും ഉണ്ടാവും. പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. യുവദാസന്മാർ എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷേ അതിന് പകരം നമുക്ക് വീട് വെച്ച് കൊടുക്കാം, മക്കളെ കെട്ടിച്ച് കൊടുക്കാം. പക്ഷേ അത് സുവിശേഷത്തിന് പകരമാകത്തില്ല. അപ്പോൾ അത് സുവിശേഷത്തിന് പകരമാകാത്ത കാരണം യൂദാസിനോട് ഈശോ അഡ്രസ്സ് ചെയ്യും. അവനോട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാനാണ് അഡ്രസ്സ് ചെയ്യത്തില്ല, അവനോട് മിണ്ടാതിരിക്കുകയുള്ളൂ. നമുക്കെന്തിനാണ് ഈ പറഞ്ഞോട് സംസാരിക്കേണ്ട ആവശ്യം? വൈ യു ഷുഡ് വേസ്റ്റ് മൈ ടൈം. പക്ഷേ എല്ലാവർക്കും വേണ്ടി കർത്താവ് അവനോട് സംസാരിക്കും. എന്താ പറഞ്ഞ? ജൂഡാസ്, എൻ്റെ നീ അത്തരം നെഞ്ചുവേദന എടുക്കേണ്ട കാര്യമൊന്നുമില്ല കരുതി. നീ വലിയ റാഷണാലിറ്റി കളിച്ചിട്ടും നാട്ടുകാരുടെ മുമ്പിൽ വലിയ സാമൂഹ്യ പരിഷ്കർത്താവേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇത് ചെയ്തതെന്ന് നീ കരുതി വെച്ചാൽ മതി. വണ്ടി വിട്ടേക്കാൻ പറയും. എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ കാര്യം? നീ അതിനെ മനസ്സിലാക്കേണ്ട കാലങ്ങളാണ് നിനക്ക് വരാൻ പോണത്. എൻ്റെ സുവിശേഷം എവിടെയെങ്കിലും പറയുക, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്,
മത്തായി 26:13 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. അപ്പൊ ഇത് നാർദിൻ സുഗന്ധതൈലം കെട്ട് വിറ്റ് പെണ്ണ് കെട്ടിക്കണതും പെണ്ണുങ്ങളെ മക്കളെ കെട്ടിക്കണതും ജോലി വാങ്ങിച്ചു കൊടുക്കണതും വീട് വെച്ച് കൊടുക്കണതും ഒക്കെ അല്ല പ്രശ്നം. അത് സെക്കൻഡറി ആയിട്ട് ഇതിൻ്റെ ഫലങ്ങളായിട്ട് വരണതാണ്. ആദ്യം വേണ്ടത് എന്താണ്? സുവിശേഷം പ്രചരിക്കപ്പെടണം. ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ, കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? സുവിശേഷം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ കാരുണ്യപ്രവൃത്തി. കരുണയുടെ വർഷത്തിൽ കർത്താവ് എനിക്ക് തന്ന വെളിപ്പാട് ഞാൻ അന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി എന്ന് പറയണത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നതുമാണ്. അതുകൊണ്ട് ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുമ്പോഴും നിൻ്റെ പേര് പറയും, വേറെ രീതിയിലാണ് പറയണത്, പക്ഷേ ഇവളുടെ പേര് പറയും. അത് പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിരിക്കും. സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവളുടെ അനുതാപം ഇനി പ്രഘോഷിക്കപ്പെടാൻ പോകുന്നതെന്ന് പറയും. അവൾക്ക് ചെയ്യാൻ കഴിയണം അവൾ ചെയ്തു, അവൾക്ക് ചെയ്യാൻ കഴിയണം അവൾ ചെയ്തു. അവളുടെ ചെയ്തതിനെ, അവളുടെ അനുതാപത്തെ ദൈവം അംഗീകരിക്കും. എന്താ കാര്യം? ലാസർ ഉയർത്തപ്പോഴ് നീ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണ്, നീ ദൈവത്തെ മനുഷ്യൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവമാണെന്ന് അവൾ നേരിട്ട് കണ്ടപ്പോഴേ അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് മാർത്തായെപ്പോലെ അവൾ ഏറ്റു പറഞ്ഞതാണ്. കർത്താവിൻ്റെ കാലത്ത് പാദങ്ങൾ പൂശിയ അനുതാപത്തിൻ്റെ സുഗന്ധ തൈലമെന്ന് പറയുന്നത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരമാണ്. കൈയ്യടിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പക്ഷേ നരകത്തിന് വേണ്ടിയുള്ള അച്ചാരം മേടിച്ചൊരു മനുഷ്യനാണ് ഇയാള്. നരകത്തിന് വേണ്ടിയുള്ള അച്ചാരം, ഇവളെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരം വിട്ട്, പക്ഷെ അവൾ ചെയ്യാനുള്ള ചെയ്തോളാൻ പറഞ്ഞു, ചെയ്യട്ടെന്ന് പറഞ്ഞു. പക്ഷേ നിത്യതയുടെ കൂതാശ സ്ഥാപിക്കുമ്പോൾ ആദ്യം ഒരു സാധാരണ അപ്പം എടുത്തിട്ട് യുവദാസൻ കർത്താവ് പറയും. അപ്പോഴും പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ്. എന്താണ്? പണ്ട് മറിയത്തിന് വേണ്ടി പറഞ്ഞ വാക്ക് തന്നെയാണ്, നീ ചെയ്യാനുള്ളത് നീയും ചെയ്യുക, അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്ത്. അത് നിത്യതയ്ക്ക് വേണ്ടി ഓഹരിയാകും. ലോകത്തിൽ എവിടെ സുവിശേഷം പ്രസംഗിച്ചാലും അവൾ ചെയ്യുന്ന കാര്യം ഇനി നീ ചെയ്യാനുള്ളത് നീയും ചെയ്യുക എന്ന് പറയും. എന്താ അവൾ ചെയ്യാൻ പോണത്? അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം പറയുവേ, അപ്പോൾ രാത്രിയായിരുന്നെന്ന്. എന്താണ്? അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവനിൽ പിശാച് പ്രവേശിച്ചു. അപ്പം എന്ത് സംഭവിച്ചു? അപ്പോൾ രാത്രിയായിരുന്നു. യോഹന്നാൻ 13:30. ആ അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി, അപ്പോൾ രാത്രിയായിരുന്നു. അവൻ കുർബാന സ്വീകരിച്ചില്ല, അവന് കുർബാന കൊടുത്തില്ല. കുർബാന നിത്യജീവൻ്റെ അപ്പമാണ്. അത് കൊടുക്കാനുള്ള അർഹത, സ്വീകരിക്കാനുള്ള അർഹത അവനില്ല. അതൊക്കെ സാധാരണ അപ്പം പൊക്കി കൊടുത്തിട്ട് പറഞ്ഞിട്ട് നീ ചെയ്യാനുള്ള എന്താണെന്ന് കർത്താവിന് അറിയാം. എന്താ ചെയ്യാൻ പോണം? അത് ഒറ്റ കൊടുക്കാതിരിക്കുന്ന ആളാണ്, തീരുമാനം എടുക്കാതിരിക്കുന്ന ആളാണ്. തെറ്റായ തീരുമാനം, തെറ്റായ ജീവിതം. ഞാൻ എന്ത് ഉടമ്പടി എടുത്താലും ഇങ്ങനെ തന്നെ പോകും. അപ്പം തന്നെ നീ യൂദാസായില്ലേ? ദൈവത്തിനെ വഞ്ചിക്കാൻ വേണ്ടി വന്ന് കുത്തിയിരിക്കണ പോലെ ആയില്ലേ? ഞാൻ എന്ത് ഉടമ്പടി എടുത്താലും ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. ചിലപ്പോൾ നീ ഭർത്താവിനോട് പറയും, ചില ഭാര്യയോട് പറയും, എന്തുടമ്പടി എടുത്താൽ ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ഇവൻ ഏത് കുർബാനയ്ക്ക് കൂടിയാലും ഇവൻ്റെ തീരുമാനം മാറ്റത്തില്ല. അത് കർത്താവിനറിയാം. അതുകൊണ്ട് ഇവന് ഗെറ്റ് ഔട്ട് അടിക്കും കുർബാനയെന്ന്. കുർബാന കർത്താവ് വാഴ്ത്തുന്നതിന് മുമ്പാണ് എല്ലാവരും ധരിച്ചിരിക്കണത് ഇവൻ കുർബാന സ്വീകരിച്ചെന്ന്. അവൻ കുർബാന സ്വീകരിച്ചിട്ടില്ല, കുർബാനയിൽ പങ്കാളിത്തമില്ല. നേരത്തെ പറഞ്ഞു, കാല് കഴുകിയപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, എൻ്റെ വചനം പറഞ്ഞ് ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ നിനക്കെന്നോട് പങ്കുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ആ പങ്കില്ലെന്നും പറഞ്ഞ് എടുത്ത് കൊടുക്കുകയാണ്. അവൻ അപ്പം തന്നെ പോയി. അതിലെന്താ പറയണത്? യോഹന്നാൻ പറയും, ആൻഡ് ദെർ വാസ് നൈറ്റ്. ദെൻ ദെർ വാസ് നൈറ്റ്. അപ്പോൾ രാത്രിയായിരുന്നു. രാത്രി നടക്കണം എന്താണ്? അവൻ വീഴുമെന്ന് ഉറപ്പല്ലേ? യുദാസ് ഇറങ്ങിപ്പോകുമ്പോൾ രാത്രിയാണെന്ന് പറയും. എന്താ രാത്രിയാണെന്ന് പറയണത്? അവൻ വീഴാൻ പോണെന്നതിൻ്റെ അർത്ഥം. യോഹന്നാൻ 11:10 എടുത്ത്. യോഹന്നാൻ 11:10. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു. അപ്പൊ 13:30 എന്താ ഇരിക്കണത്? യൂദാസ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പറയാണ് അപ്പോൾ രാത്രിയായിരുന്നെന്ന്. അതിന് മുമ്പ് തന്നെ ഈശോ പറഞ്ഞ് ഇനി രാത്രി വരാൻ പോകുന്നുണ്ട്, ഒരാൾ രാത്രിയിലോട്ട് ഇറങ്ങി പോകാൻ പോകുന്നുണ്ട്, യവൻ വീഴാൻ പോകണമെന്നാണ്. അതാണ് ഈശോ നേരത്തെ പറഞ്ഞു. 11:10 പറയുന്നുണ്ട് രാത്രി നടക്കുന്ന. ഓർക്കുക, ക്രിസ്തുവിനെ കൂടാതെ നീ നടക്കാൻ തീരുമാനിച്ച രാത്രി നടക്കുന്നവനാണ്.
ഇന്നലെ നാളെ വീഴും. ഒരുപക്ഷെ നീ ഇവിടെ വിവരമുള്ളവനാകാം, ഒരുപക്ഷെ നീ അവാർഡ് വാങ്ങിക്കാം, ഒരുപക്ഷെ നീ പണം ഉള്ളവനാകാം. പക്ഷേ നിൻ്റെ നിത്യത രാത്രിയിലാണ്. രാത്രിയിലെ ആ നിത്യതയ്ക്കുള്ള വഴികളിലെ ഇന്നലെ നാളെ നീ തട്ടി വീണിരിക്കും. ദാറ്റ് മീൻസ് നിനക്ക് ഷെയർ ഇല്ലെന്നർത്ഥം. കർത്താവിൻ്റെ ഓഹരിയിലെ ഓർമ്മിച്ച് വേണം കർത്താവിൽ ഇവിടെ നിൽക്കാനും നടക്കാനും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യമായ അനുതാപമാണ് ഉടമ്പടിയുടെ സമർത്ഥമായ ആധ്യാത്മികത. ഒരു കൈ ഇടത് കൈ ഇടത് നെഞ്ചിലും വലത് കൈ ഹൃദയ ശിരസിലും വെച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ ജീവിതാവസ്ഥകളുടെ മേലും ദൈവികമായ ശക്തി ആവശ്യിക്കുന്ന സമയമാണ്. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ശ്രുതികട മക്കളെ, ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുമുറിവാടുന്ന വലതുകരം, ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും വെക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാല വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം. ശ്രുതിയുടെ മക്കളെ, ശ്രുതിയുടെ മക്കളെ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാടുന്ന വലതുകരം മകൻ്റെ ശിരസിൽ വെക്കണമേ, മക്കളുടെ ശിരസിൽ വെക്കണമേ. സന്ധ്യബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അച്ഛൻ ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് ഉച്ചത്തിൽ പറയണം. നിങ്ങളുടെ സന്ധിബന്ധങ്ങളിലെ മാംസപേശികളിലെ രക്തഞരമ്പുകളിലെ ആന്തരിക അവയവങ്ങളിലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ മാരക രോഗങ്ങളിലെ തീരാവേദികളിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിലെ ദൈവത്തിന് സത്യ സൗഖ്യം പ്രാപിക്കട്ടെ. വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തുവാൻ സദയം തുടരണേ, സുഖമായി എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ജപ്തി നടപടി നേരിടുന്നവർ, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ വിവാഹം ഒത്തുവരാത്തവർ, ഡൈവേഴ്സിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവർ, വീണ്ടും ഒരുമിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിസയ്ക്ക് പണം കൊടുത്തവർ, പോകാൻ പറ്റാത്തവർ, തിരിച്ചു വരാൻ പറ്റാത്തവർ, ജയിലിലാകപ്പെട്ടവർ, അങ്ങനെ എല്ലാ മേഖലയുള്ളവർ അത് വിടുതലിന് വേണ്ടി ശ്രുതിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എല്ലാവരും മുട്ടാൻ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ.
ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,